സുന്നി ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് യാക്കൂബ് തങ്ങളവരുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഭിനന്ദ നേതാവ് തങ്ങളവരുടെ കേരള സുന്നി ജമാഅത്തിൻ്റെ നേതാക്കളായ ബഹുമാനപ്പെട്ട സമദ് മൗലവി, ഇ കെ അലവി മൗലവി തുടങ്ങിയുള്ള പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജിന്ന്, പിശാച്ച്, യാ ഇബാദല്ലാ എന്ന വിഷയകമായി ജില്ലാതലങ്ങളിൽ കേരള സുന്നി ജമാഅത്ത് വിശദീകരണ സമ്മേളനങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും നവംബർ 30-ാം മിക്ക ജില്ലകളിലെയും പരിപാടികൾ നിശ്ചയിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഈ സമയത്ത് എല്ലാവർക്കും ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ കേട്ടുകേൾവിയുണ്ട്. സാധാരണക്കാർ പോലും ജിന്ന്, പിശാച്ച്, യാ ഇബാദല്ലാ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പണ്ടത്തെ കാലത്തെ പോലെ ഇതെന്താണ് പറയുന്നത്, ഇതെന്താണ് ഇങ്ങനെ ഒരു വിഷയം എന്ന് ചോദിക്കുകയില്ല എന്നുറപ്പ്. ഒരു വിഭാഗം മുജാഹിദുകൾ കേരളത്തിൽ അവരുടെ നവോത്ഥാനം ആരംഭിച്ചതിൻ്റെ 90-ാം ആണ്ട് ആഘോഷിക്കുകയാണ്. മറ്റൊരു വിഭാഗം മുജാഹിദുകൾ നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ടാണ് പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ നൂറ്റാണ്ടും 90-ാം ആണ്ടുമൊക്കെ തീരുമാനിച്ച ആ സമയത്താണെന്ന് തോന്നുന്നു അഹങ്കാരത്തിൻ്റെയും ഇല്ലാത്ത കഥകളുടെയും പേരിൽ വർഷങ്ങളിൽ പോലും 10 ആണ്ടുകൾ കൂട്ടി ചേർത്തുകൊണ്ടാണ് ഔദ്യോഗിക മുജാഹിദ് വിഭാഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന KNM നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് ആഘോഷിക്കുന്നത്. ഇത് അവരിൽ തന്നെ ഒരു വിഭാഗം വ്യക്തമാക്കുകയാണ്, മുജാഹിദ് പ്രസ്ഥാനം ഉദ്ദേശിക്കുന്ന നവോത്ഥാനത്തിന് 9 പതിറ്റാണ്ടുകളാണ് ആയിട്ടുള്ളത്. ഐക്യസംഘമാണ് ഇവിടെ വന്ന ഒന്നാമത്തെ വഹാബി പ്രസ്ഥാനം. അതിന് 90 ആണ്ട് തികഞ്ഞിരിക്കുന്ന സമയമാണിപ്പോൾ എന്ന്. 10 കൊല്ലം നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളുടെ കാലം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ചെറിയ കളിയായിരുന്നു. ഈ കളി നിശ്ചയിച്ചതിനിടയിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തേക്കാൾ, സമ്മേളനത്തിൻ്റെ പ്രമേയത്തേക്കാൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ജിന്നും പിശാച്ചും യാ ഇബാദല്ലാ എന്ന ഒരു പരാമർശമുള്ള ഹദീസുമാണ്. നാട് മുഴുക്കെ ആദർശ സമ്മേളനങ്ങളാണ്. എല്ലാ വിഭാഗവും ആദർശ സമ്മേളനം നടത്തുന്നു. എല്ലാ വിധത്തിലും പിളർപ്പിനു ശേഷം മുജാഹിദ് പ്രസ്ഥാനം 2 വിഭാഗമായി ശക്തമായി ബിദ്അത്തുകളും വഹാബിസവും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജിന്നും പിശാച്ചും അവരെ ശക്തമായി ബാധിക്കുകയും തദടിസ്ഥാനത്തിൽ അവരുടെ പ്രബോധന പ്രസംഗ രംഗത്ത് സജീവമായി നിൽക്കുന്ന ചിലരൊക്കെ പുറത്താക്കപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘടനാപരമായി നടക്കുന്ന അത്തരം വിഷയങ്ങളിൽ സുന്നികൾക്കെന്തു കാര്യം, സുന്നികൾ എന്തിന് ഈ കാര്യത്തിൽ ഇടപെടണം
എന്നാണ് പലരും ഈ സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും പ്രത്യേകം ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് രംഗത്ത് വരുന്ന ബഹുവന്തരായ തങ്ങൾ, അതുപോലെ ഈ ഉള്ളവൻ, നിങ്ങൾ വിശേഷിച്ചും എന്തിന് ഈ വിഷയവുമായി രംഗത്തിറങ്ങണം എന്ന അന്വേഷണത്തിലാണ്. ഒരു സംഘടനയിൽ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സംഘടനയുടെ നയങ്ങളുടെയോ തീരുമാനങ്ങളുടെയോ ഒക്കെ വെളിച്ചത്തിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് തോന്നുന്ന അംഗങ്ങളെ പിരിച്ചുവിടുക, പുറത്താക്കുക എന്നതൊക്കെ സാധാരണമാണ്. അതൊക്കെ അതത് സംഘങ്ങളുടെ ആഭ്യന്തര കാര്യവുമാണ്. അതിൽ മറ്റു സംഘടനകൾ, വിശേഷിച്ച് കേരള സുന്നി ജമാഅത്ത് പോലുള്ള നീതിയും ന്യായവും നോക്കി മാത്രം പ്രതികരിക്കുന്ന സംഘങ്ങൾ ഒരിക്കലും ഇടപെടേണ്ടതില്ല, ഇടപെടുന്നുമില്ല. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ രണ്ട് വിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇവിടെ പൊതുവായി സംസാരിച്ചു വരുന്നത് ഒരു ലഈഫായ ഹദീസിനെ ചൊല്ലി എന്നെ പുറത്താക്കണോ, എന്നോട് കൂടെയുള്ള ഒരു കൂട്ടരെ പുറത്താക്കണോ, ഒരു ലഈഫായ ഹദീസിനെ ചൊല്ലി എന്തിനിങ്ങനെ ഒരു സംഘടനയിൽ നിന്ന് 30 വർഷക്കാലം അതിൻ്റെ പ്രബോധന രംഗത്ത്, പ്രസംഗ രംഗത്ത് മുന്നിൽ നിന്ന ഒരാൾ എന്ന നിലക്ക് എന്നെ ഈ ഒരു ലഈഫായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനു പുറത്താക്കണമെന്നാണ് ഒരാൾ നാടുനീളെ വിശദീകരിച്ച് നടക്കുന്നതിൻ്റെ ചുരുക്കം. അദ്ദേഹത്തിൻ്റെ കൂടെ അണികളുണ്ട്, അദ്ദേഹത്തിന് പരിപാടികളുണ്ടാക്കാൻ പ്രവർത്തകന്മാരുണ്ട്. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കേരളം ഒരു വ്യക്തി എന്ന നിലക്കല്ല അദ്ദേഹം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുന്നണിയിൽ നിന്നിരുന്ന ആളുകളാണ് അദ്ദേഹത്തിന് പരിപാടി സംഘടിപ്പിച്ചു കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെ പ്രചാരണ സമ്മേളനങ്ങൾക്ക് പോലും ചലനമില്ലാത്ത ഒരവസ്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നിരിക്കുന്നു എന്ന് ഔദ്യോഗിക മുജാഹിദ് വിഭാഗങ്ങൾ തന്നെ തുറന്ന് സമ്മതിക്കുകയും ആ വിഭാഗത്തിൻ്റെ പ്രസംഗങ്ങൾ പത്രത്തിൽ തന്നെ അങ്ങനെ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. കേവലം വ്യക്തിയല്ല ഈ പുറത്താക്കപ്പെട്ട ആൾ എന്നറിയിക്കുന്നു എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ അയാൾ പറയുന്നത് ഒരു ലഈഫായ ഹദീസിന് എന്തിനെന്നെ പുറത്താക്കിയെന്നാണ്. മുജാഹിദ് ഔദ്യോഗിക വിഭാഗം നാട് നീളെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്, ആദർശ സമ്മേളനത്തിൽ ചോദിക്കുന്നത്, ഒരു ലഈഫായ ഹദീസിന് വേണ്ടി എന്തിനാണ് ഇയാൾ ഇത്ര പ്രശ്നമുണ്ടാക്കുന്നത്? ഒരു ലഈഫായ ഹദീസിനെ ചൊല്ലി പ്രബോധന രംഗത്ത് തടസ്സം സൃഷ്ടിക്കുന്നത് എന്തിന്? വഹാബി പ്രസ്ഥാനത്തിൻ്റെ തൗഹീദാണ് അവർ ഉദ്ദേശിക്കുന്ന തൗഹീദ്. ഈ തൗഹീദിൻ്റെ പ്രബോധന രംഗത്ത് എന്തിനിങ്ങനെ തടസ്സമുണ്ടാക്കണം എന്നാണ് ഔദ്യോഗിക മുജാഹിദിൻ്റെ ഏറ്റവും കരുത്തന്മാരായ വൃദ്ധ നേതാക്കൾ എന്ന് അവരുടെ ചെറുപ്പക്കാർ വിശേഷിപ്പിക്കുന്ന വൃദ്ധന്മാരിറങ്ങിയിട്ട് നാടുനീളെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ലഈഫായ ഹദീസാണ് ഇപ്പം ചർച്ച. ലഈഫായ ഹദീസ് കേവലം ലഈഫായ ഹദീസ് എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുന്നതല്ല. അതൊരു പ്രസ്ഥാനത്തിൻ്റെ പിളർപ്പിനും ഒരു പ്രസ്ഥാനത്തിൻ്റെ ചലനം മുടക്കാനും ഒരു പ്രസ്ഥാനത്തിൻ്റെ അനക്കങ്ങൾ മുഴുക്കെ നിശ്ചലമാക്കുവാനും സാധിക്കുന്ന വിധം കരുത്തുറ്റതാണ് ഒരു ലഈഫായ ഹദീസ് എന്ന് ആ വിഭാഗത്തെയും സമാന ചിന്താഗതിക്കാരെയും തെര്യപ്പെടുത്തുക എന്നത് യഥാർത്ഥത്തിൽ ആവശ്യമാണ്. കേവലം ഒരു ഹദീസ് എന്ന് ചിന്തിച്ചാൽ പോരാ. എന്താണ് ഇപ്പം അത്ര ജിന്നും പിശാച്ചുമായിട്ട് ഇളകാൻ? ജിന്നും പിശാച്ചും എന്ന് പറഞ്ഞാൽ എത്ര കാലമായി? ഞാൻ തന്നെ ഓർത്തു പോവുക, 30 കൊല്ലം മുൻപ്, ഏതാണ്ട് 30 കൊല്ലം മുൻപ് ഈ ഉള്ളവൻ ജിന്ന്, പിശാച്ച്, ഭൂതം എന്ന പേരിൽ ഒരു ലേഖന പരമ്പര നുസ്റത്തുൽ അനാം മാസികയിൽ എഴുതിയിരുന്നു. അതേതാണ്ട് അത്രയും വർഷങ്ങളോളമായി പുസ്തകമായി പുറത്തുണ്ടായിരുന്നു. ആ പുസ്തകം ഇറക്കുന്ന സമയത്ത് ജിന്നിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്നവരായി ആ പുസ്തകത്തിലും ലേഖനത്തിലും ചൂണ്ടിക്കാട്ടിയത് ഒന്ന് യുക്തിവാദികൾ, മതവിരുദ്ധർ, മറ്റൊന്ന് മതവിരുദ്ധരല്ല മതയുക്തിവാദികൾ എന്ന പേരിൽ യുക്തിവാദികളോടൊപ്പം കൂടിയിരുന്ന വഹാബികൾ, ഇസ്ലാമിക സംഘത്തിലുള്ള ഉൽപ്പതിഷ്ണുക്കൾ. വഹാബികളെയായിരുന്നു മുസ്ലിം സമുദായത്തിൽ ഈ ഒരു ഭാഗത്ത് ഈ ലേഖനത്തിൽ ചർച്ച ചെയ്തിരുന്നത്. അവരെ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയ ഒരു പുസ്തകം 30 ആണ്ട് കഴിഞ്ഞ് രണ്ടാമത് ഇപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രണ്ടാമത് പുറത്തിറക്കിയപ്പോൾ മുജാഹിദ് വിഭാഗത്തിലെ ഒരു വിഭാഗം
ജിന്നിൻ്റെയും പിശാചിൻ്റെയും ആ പുസ്തകത്തിൽ പറഞ്ഞ എല്ലാ ശക്തികളെയും എല്ലാ കഴിവുകളെയും അംഗീകരിച്ചുകൊണ്ടും അതിനെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്ന ആത്മീയ ചികിത്സകളും മന്ത്രങ്ങളും ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടും രംഗത്ത് വരികയും ആ വിഭാഗത്തിൻ്റെ ചൊല്ലി ഔദ്യോഗിക മുജാഹിദ് വിഭാഗത്തിൻ്റെ മറുഭാഗത്തുള്ള മടവൂർ വിഭാഗം ഈ വിഭാഗത്തെ തളർത്താൻ വേണ്ടി അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഒരാളെയും അദ്ദേഹത്തോടൊപ്പം നിന്ന ആളെയുമൊക്കെ ഈ സംഘം പുറത്താക്കേണ്ടി വരുന്നത്. അപ്പം ജിന്നും പിശാച്ചും എന്നത് കേരളീയ സമൂഹത്തിൽ വഖാബി പ്രസ്ഥാനം പഠിപ്പിച്ചിരുന്നത് അത് മനുഷ്യനെ ബാധിക്കുകയോ മനുഷ്യന് രോഗമുണ്ടാക്കുകയോ മനുഷ്യന് പ്രശ്നമാവുകയോ ചെയ്യുന്ന ഒരു സൃഷ്ടിയല്ല. മനുഷ്യന് മനസ്സിൻ്റെ അകത്ത് വസ്വാസ് ഉണ്ടാക്കും, മനുഷ്യനെ വഴിപിടപ്പിക്കും, ആദർശം തെറ്റിക്കും. ഈ വസ്വാസും പ്രശ്നവും ഉണ്ടാക്കുന്നതിനപ്പുറം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ശരീരത്തിൽ യാതൊരു സ്വാധീനവും ചെലുത്താൻ പിശാച്ചിനോ ജിന്നിനോ സാധ്യമല്ല എന്ന ഈ പാഠമായിരുന്നു സാധാരണക്കാരായ മുജാഹിദ് ജനങ്ങൾ, മുജാഹിദ് ജനവിഭാഗങ്ങൾ മുഴുക്കയും ധരിച്ചു വച്ചിരുന്നത്. അതുകൊണ്ടാണ് മറുഭാഗത്ത് ജിന്നിൻ്റെയും ശൈത്താൻ്റെയും ബാധയെക്കുറിച്ചും അതിനുള്ള പ്രതിവിധികളെന്ന പേരിൽ നടക്കുന്ന മന്ത്രങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഔദ്യോഗിക വിഭാഗം അവർക്കുള്ളിൽ ചർച്ചയും പ്രസംഗവും നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യമൊക്കെ മടവൂർ വിഭാഗത്തിനെതിരെ അതിനെ സൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഔദ്യോഗിക മുജാഹിദ് നേതാക്കൾ മടവൂർ വിഭാഗം ഒന്നിച്ച് ഇളകിയിട്ട് അനുയായികളെ ആകെ കയ്യിലെടുക്കുമെന്നും ജിന്നി പിശാച്ചുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഗ്രൂപ്പെങ്കിൽ ആ ഗ്രൂപ്പ് നമുക്ക് വേണ്ട എന്ന നിലക്ക് എല്ലാ പൊതുജനങ്ങളും മടവൂർ വിഭാഗത്തിലേക്ക് കുത്തിയൊഴുകുമെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഔദ്യോഗിക വിഭാഗം മുജാഹിദുകൾക്കിടയിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പുറത്താക്കലും സസ്പെൻഡ് ചെയ്യലും ഒക്കെ നടക്കുന്നത് എന്ന് വായിക്കുന്നവർക്കൊക്കെയും അറിയാം. ഇത് മുജാഹിദ് വിഷയമാണ്. മുജാഹിദീങ്ങളുടെ ഈ വിഷയത്തിൽ അവർ കൂടി പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഇമാമുകളും ഇസ്ലാം ദീനിൻ്റെ യഥാർത്ഥ ആശയാദർശങ്ങൾ വിവരിക്കുന്ന പണ്ഡിതന്മാരും ഇമാമുകളും എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്ന ആശയമെന്നും സത്യമായും ഇത് സംബന്ധിച്ച നിലപാടെന്താണ് എന്നും വിശദീകരിച്ചു കൊടുക്കേണ്ട ബാധ്യത അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്കുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ ഈ ആശയങ്ങൾ വളരെ കുറഞ്ഞ രീതിയിൽ സംസാരിക്കുന്നതിനും വിശദീകരിക്കുന്നതിനുമാണ് കേരള സുന്നി ജമാഅത്ത് ഈ സമയത്ത് ഈ വിഷയം തിരഞ്ഞെടുത്തുകൊണ്ട് ജില്ലാ തലങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന പരിമിതമായ നിലയിലുള്ള പരിപാടികൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട ഒരവബോധം സാധാരണ ജനങ്ങൾക്കും വഹാബിയാദികൾക്കും അവരിൽ വായിച്ചു വളർന്നിരിക്കുന്ന പുതിയ തലമുറക്കുമൊക്കെ വേണമല്ലോ. ഇതുദ്ദേശിച്ചുകൊണ്ടാണ് ഈ വിഷയം വന്നപ്പോൾ ജിന്ന് പിശാച്ച് റുഖിയ ശറഇയ്യ എന്ന പേരിൽ ഔദ്യോഗിക മുജാഹിദ് വിഭാഗം അവരുടെ ജംഇയ്യത്തുൽ ഉലമായിലെ പണ്ഡിതന്മാർ മുഴുവൻ ഒത്തുചേർന്നുകൊണ്ട് അനേകം സിറ്റിങ്ങുകളും അനേകം ചർച്ചകളും അനേകം പ്രബന്ധങ്ങളും ആ പ്രബന്ധങ്ങളെ അധികരിച്ചുള്ള ചർച്ചകളും വാഗ്വാദങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം മുജാഹിദ് വിഭാഗത്തെ പഠിപ്പിക്കാൻ, മുജാഹിദ് കുഞ്ഞാടുകളെ പഠിപ്പിക്കാൻ വേണ്ടി പുറത്തിറക്കിയിട്ടുള്ള പുസ്തകമാണ് ജിന്ന് പിശാച്ച് റുഖിയ ശറഇയ്യ. മുജാഹിദ് വിഭാഗം പണ്ട് ഇങ്ങനൊരു പുസ്തകം ഇറക്കിക്കണോ? ഇല്ല. ജിന്നും പിശാച്ചും അവരുടെ പ്രസംഗങ്ങളിൽ ചർച്ചയാകാറുണ്ടോ? ഇല്ല. നിഷേധിക്കാൻ വേണ്ടിയാണ് ചർച്ചയാകാറുള്ളത്. ജിന്ന് കയറി, ജിന്ന് ബാധിച്ചു, ജിന്ന് ഇളകി എന്നൊക്കെ പറഞ്ഞാൽ അത് അന്ധവിശ്വാസം, അടിസ്ഥാനരഹിതമായ വിശ്വാസം, ഇല്ലാത്ത കഥകൾ, സാധാരണ മന്ത്രക്കാരും തങ്ങന്മാരും മുസ്ലിംമാരും ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപാധിയാക്കുന്ന കള്ളക്കഥകൾ എന്ന നിലയിൽ ഒന്നിച്ച് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വഹാബികൾ ഇപ്പോൾ ഔദ്യോഗിക വിഭാഗമായി KNM-ന്റെ പേരിൽ തന്നെ പ്രസാധകർ കേരള ജംഇയ്യത്തുൽ ഉലമ രജിസ്ട്രേഡ് സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് ഐക്യസംഘത്തിൻ്റെ ഏതാണ്ട് പ്രായമുള്ള ഐക്യസംഘം തന്നെ തൊട്ടടുത്ത് രൂപീകരിച്ച അവരുടെ മൗലവിമാരുടെ സംഘമാണ്. ഈ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിൽ ജിന്ന് പിശാച്ച് റുഖിയ ശറഇയ്യ എന്നത് യഥാർത്ഥത്തിൽ അവർ അവരുടെ അനുയായികളെ പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കിയതാണെങ്കിലും അനുയായികളുടെ കയ്യിൽ ഇതില്ല. അനുയായികളുടെ കയ്യിൽ ഇതങ്ങനെ വരൂല്ല. അവരധികവും വായിച്ചോളണമെന്നില്ല. സാധാരണക്കാരും അതത്ര വായിച്ചോളണമെന്നില്ല.
കേൾക്കുന്നതൊക്കെയും പ്രസംഗങ്ങളാണ്. എന്തിനാണ് ഇയാളെ പുറത്താക്കിയത്? ഒരു ദഈഫായ ഹദീസ്. ഒരു ദഈഫായ ഹദീസിനാണ് ഇയാൾ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ കലഹമുണ്ടാക്കുന്നത്. ഒരു ദഈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ വഹാബി ഭാഷയിൽ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ട ഹദീസ് എന്ന ഓല ഭാഷ. ദഈഫ് എന്നതിന് നിർവചനം അവർക്ക് അറിഞ്ഞൂടാ. ദഈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്നും അവർക്ക് പറയാൻ അറിഞ്ഞോളണമെന്നില്ല. ദഈഫായ ഹദീസ് എന്ന് വെച്ചാൽ ഒരു സാധാരണ മുജാഹിദിനെ വിളിച്ചു വെച്ച് നോക്കി വിശ്വസിക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല, കള്ളക്കഥ. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പറയും മൗദൂആയ ഹദീസ്. എന്താ മൗദൂആയ ഹദീസ്? വ്യാജ നിർമ്മിത ഹദീസ്, കള്ളക്കഥ, വലിച്ചെറിയേണ്ട ഹദീസ്. അപ്പോൾ വലിച്ചെറിയേണ്ട ഹദീസ് എന്ന് മുജാഹിദ് കുഞ്ഞാടുകൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ള, സമൂഹത്തെ മൊത്തമായി അങ്ങനെ ധരിപ്പിച്ചു വെച്ചിട്ടുള്ള ഈ ദഈഫായ ഹദീസിനെ എന്തിനാണ് ഒരാൾ അധികരിച്ച് പൊക്കിപ്പിടിച്ചിട്ട് അദ്ദേഹം ഇതുവരെ പ്രവർത്തിച്ച 3 ദശകക്കാലം പ്രവർത്തിച്ച 30 വർഷക്കാലം പ്രവർത്തിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? എന്താണ് ഈ ദഈഫായ ഹദീസിലെ വിഷയം? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അയാൾക്ക് ഇത്ര വാശി എന്ന് പൊതുജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ചിന്തിക്കുന്നവർക്ക് നടക്കുന്നിടത്തൊന്നും മറുപടി കിട്ടൂല. അവർ സംഘടനാപരമായി ഒരു കൂട്ടം ആളുകൾ അസൂയാണ് എന്നെ പുറത്താക്കിയത്, ഒരു കൂട്ടം ആളുകൾക്ക് ഞാൻ വളരുന്നതിലുള്ള പ്രയാസമാണ് എന്ന് ഒരാൾ പറയും. മറ്റേയാൾ പറയും സംഘടനാ വിരുദ്ധ പ്രവർത്തനം, അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കുക, നവയാഥാസ്ഥികത്വം പ്രചരിപ്പിക്കുക, പഴയ കാലത്തുള്ള യാഥാസ്ഥികത്വം മുജാഹിദ് ലേബിളിൽ പ്രസിദ്ധീകരിക്കുക, പ്രസംഗിക്കുക, സമ്മതിക്കൂല, അതുകൊണ്ട് പുറത്താക്കിയതൊരു കൂട്ടരും. യഥാർത്ഥത്തിൽ എന്താണിത് വിഷയം? സാധാരണക്കാരായ സുന്നി വിഭാഗത്തിന് ഇപ്പം ഇതൊന്നും വല്ലാതെ കേൾക്കൂലല്ലോ. മുജാഹിദിൻ്റെ 2 വിഭാഗം ഉണ്ടാക്കിയാലും 3 വിഭാഗം ഉണ്ടാക്കിയാലും 100 വിഭാഗം ഉണ്ടാക്കിയാലും അതൊക്കെ ഓടിപ്പോകുന്നത് കുറച്ച് കൂട്ടർ അവരുടെ കുഞ്ഞാടുകളാണ്. സാധാരണക്കാരുടെ ഒന്നും എത്തൂല. ഇപ്പം സാധാരണക്കാരെ ഈ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പം അവരെവിടേക്ക് എത്തി? യഥാർത്ഥത്തിൽ വസ്തുത എന്ത് എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രമാണങ്ങൾ സഹിതം, അതിൻ്റെ നിലപാട് സഹിതം, വിശദീകരണ സഹിതം സാധാരണ ജനങ്ങളെ തെറ്റപ്പെടുത്തേണ്ടതുണ്ട്. ഈ സതുദ്ദേശം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ വഹാബി വിഭാഗത്തിൻ്റെ സംഘടനാപരമായ ബഹിഷ്കരണത്തിലോ സസ്പെൻഡിലോ ഒന്നും നമ്മളാരും പ്രവേശിക്കേണ്ടതില്ല. ആശയം എന്താകട്ടെ, ഒരു സംഘടനാപരമായ നയത്തിനെതിരെ ഒരു പ്രവർത്തകൻ ഇറങ്ങിയാൽ ഒരു സംഘടനക്ക് അയാളെ പുറത്താക്കാലോ. നമ്മുടെ സംഘടനയ്ക്ക് നിങ്ങളെ പ്രസംഗം വിഘാതമാകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പുറത്ത് എന്ന് പറയാൻ ഒരു സംഘടനയ്ക്ക്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അധികാരമുണ്ട്. അയാൾ എന്തു പറയുന്നു എന്ന് നോക്കേണ്ട. നിങ്ങളുടെ ചലനം ഞങ്ങളുടെ സംഘത്തിന് പ്രയാസമുണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പുറത്ത്. ഇതല്ല ഇവിടെ വിഷയം. ജിന്നി പിശാച്ചുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു ദഈഫായ ഹദീസിനെ അധികരിച്ചുകൊണ്ട് ഒരാൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. അയാളെ മുജാഹിദിന്റെ കുഞ്ഞാടുകൾ, അനുയായികൾ പ്രോത്സാഹിപ്പിക്കുന്നു, അയാൾക്ക് സ്റ്റേജ് കെട്ടിക്കൊടുക്കുന്നു, അയാൾക്ക് വേദി ഒരുക്കി കൊടുക്കുന്നു. ഒക്കെ മുജാഹിദുകളാണല്ലോ. ചലനം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ നമ്മുടെ സംഘടനയ്ക്ക്. ഇത് മാറ്റേണ്ടതല്ലേന്ന് നടന്ന് കരയുകയാണ് മുജാഹിദ് ബുദ്ധ നേതാക്കൾ. അവരങ്ങനെ കരയണം, അവരവിടേക്ക് എത്തണം. കാരണം ഈ വിഷയവുമായി അവർ ഇവിടുത്തെ ജനങ്ങളെ ധരിപ്പിച്ചതും പ്രചരിപ്പിച്ചതും അത്ര വലിയ പോഷ്കാണ്, അത്ര വലിയ തെറ്റാണ്, അത്ര വലിയ അപരാധമാണ്. സ്വന്തം നേതാക്കളുടെ നെഞ്ചത്താണ് ഇപ്പോൾ ഇവർ ഈ ജിന്ന് വിവാദത്തിൻ്റെ പേരിൽ കത്തിയിറക്കുന്നത്, കുത്തി തുറക്കുന്നത് എന്ന വസ്തുത യഥാർത്ഥത്തിൽ ഇന്നും സാധാരണ കുഞ്ഞാടുകൾക്കോ നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അനുയായികൾക്കോ തിരിഞ്ഞിട്ടില്ല. ഇവർ പറയൂ ജിന്നിളകി, ജിന്ന് ബാധിച്ചു, അതിന് മന്ത്രിച്ചു, അടിച്ചു. അടിചികിത്സ പോലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മേലുണ്ടായി. മുജാഹിദ് പ്രസ്ഥാനം ആരുടെ പ്രസ്ഥാനമാണ്? വഹാബിസം ആരുടെ സന്തതിയാണ്? വഹാബിസത്തിൻ്റെ സ്രോതസ് എവിടെയാണ്? വഹാബിസത്തിൻ്റെ ആചാര്യൻ ആരാണ്? ഇത് വാസ്തവത്തിൽ മറന്നുകൊണ്ടാണ് ഈ സംസാരം. വഹാബിസത്തിൻ്റെ ആശയ സ്രോതസ് ഡമാസ്കസുകാരനായ ഇബ്നു തൈമിയ എന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. മുജാഹിദ് പ്രസംഗം കേട്ട, പുസ്തകം വായിച്ച, മാസിക വായിച്ച ആർക്കും ഇമാം ഇബ്നു തൈമിയ, തൈമിയ എന്ന് ഞാൻ പറയുന്നതാണ്, ഇമാം ഇബ്നു തൈമിയ എന്ന് അവർ ഉപയോഗിക്കാറ്. ഇമാം ഇബ്നു തൈമിയ റളിയല്ലാഹു അൻഹു റഹ്മഹുല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലാതെ വിശേഷിപ്പിക്കാത്ത ഇബ്നു തൈമിയ. ഇസ്ലാമിൻ്റെതായ അടിസ്ഥാന വിവരങ്ങൾ പറയുമ്പോൾ അവർ ആദ്യം ചെന്നെത്തി അടിസ്ഥാനപരമായി പറയുക ഇബ്നു തൈമിയൻ്റെ അവിടെ നിന്നും കേട്ട. ഇബ്നു തൈമിയ നമ്മൾ എപ്പോഴും പറയും ഹിജറ 8-ാം നൂറ്റാണ്ടിൽ
അതുവരെ കഴിഞ്ഞ മുസ്ലിം ലോകത്തെ ഇമാമികളും പണ്ഡിതന്മാരും ഗ്രന്ഥകർത്താക്കളും മുഹദ്ദിഥീങ്ങളും മുസന്നിഫീങ്ങളുമെല്ലാം തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചിട്ട് ശിർക്കിലൂടെയാണ് സഞ്ചരിച്ചത് എന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ മേൽ ശിർക്ക് ആരോപിച്ചത് യഥാർത്ഥത്തിൽ ആദ്യമായി വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആചാര്യനായി അറിയപ്പെടുന്ന ഇബ്നു തൈമിയ്യയാണ്. മറ്റുള്ളവർക്ക് അങ്ങനെ വ്യക്തമായി ശിർക്ക് ആരോപിച്ചിരുന്നില്ല. മുഅ്തസിലത്തും തൗഹീദ് എന്ന വിഷയം ചർച്ച ചെയ്തിരുന്നു. തൗഹീദിന്റെ അപ്പുറത്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമുകളെന്ന് ആരോപിച്ചിരുന്നു. പക്ഷെ തൗഹീദിന്റെ അപ്പുറത്ത് എന്ന് പറയുന്നതിനൊപ്പം ശിർക്ക് 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 എന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കളെയോ സമൂഹത്തെയോ മൊത്തം ശിർക്കിൽ ആരോപിക്കുകയും ശിർക്ക് ആരോപിച്ചുകൊണ്ട് മുദ്രകുത്തുകയും ചെയ്യുന്ന ഇടപാട് മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഇബ്നു തൈമിയ്യയാണ് ജിന്ന് എന്നറിയുന്ന ഇപ്പോഴത്തെ വിവാദത്തിൻ്റെയും യഥാർത്ഥത്തിലുള്ള കള്ളി. ആ കള്ളിയുടെ വിശദീകരണങ്ങൾ ഇപ്പം വായിക്കാനേ ഇവരിപ്പോൾ പുറത്താക്കിയെന്ന് പറഞ്ഞ ആൾക്ക് യോഗമുണ്ടായിട്ടുള്ളൂ തോന്നുന്നുണ്ട്. സക്കരിയ സ്വലാഹി പോലുള്ള ആളുകൾക്ക്. ഞാൻ അങ്ങനെയുള്ള ആളുകളുടെ ഒന്നും നാമോ പേരോ പറഞ്ഞുകൊണ്ട് സമയം കളയുന്നില്ല. ഇപ്പൊ ചർച്ച ചെയ്യുന്ന ആൾക്ക് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാർ ജിന്ന് പിശാച്ച് സംബന്ധിച്ച് സംസാരിച്ചിരുന്നത് എന്താണ്, എടുത്തിരുന്ന നിലപാടെന്താണ്, ജിന്നുബാധ പിശാച്ചുബാധ എന്നത് സംബന്ധിച്ച തങ്ങളുടെ ആചാര്യന്മാരുടെ നയം എന്താണ് എന്ന് ഇപ്പൊ കുറച്ച് അടുത്ത കാലത്തായിട്ടേ വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അറബ് നാട്ടിലുള്ള സെലഫികൾ എന്ന് അവകാശപ്പെടുന്ന വഹാബികൾക്ക് ഇപ്പോഴും മന്ത്രമുണ്ട്. ജിന്നുബാധക്കെതിരെ മന്ത്രമുണ്ട്, പിശാച്ചുബാധക്കെതിരെ ചികിത്സയുണ്ട്. ഇവിടെ ചിലർ നടത്തി എന്ന് പറയുന്ന അടിചികിത്സയുമുണ്ട്. ഇപ്പൊ പറയുന്ന അടിചികിത്സക്ക് യാതൊരു സ്ഥാനമല്ല, അടിസ്ഥാനരഹിതമാണത്. ഒരാളും പണ്ടത് ചെയ്തിട്ടില്ല. ഇപ്പൊ ഇറക്കുന്നത് നോക്കി ജിന്നി പിശാച്ച് റുഖിയ ശറയ്യ കള്ളക്കളി ധാരാളം നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. ഇത് സാധാരണക്കാർ മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ഈ ജിന്നി പിശാച്ച് എന്ന് പറയുന്നത്? നമുക്കൊക്കെ അറിയാലോ, ഭൂമി ലോകത്ത് ബുദ്ധിയുള്ള രണ്ട് വർഗമാണ്. ഭൂമി ലോകത്ത് ബുദ്ധിയുള്ള രണ്ട് വർഗം, മതത്തിൻ്റെ ശാസനകളും നിയമങ്ങളും അല്ലാഹു തആല നൽകിയിരിക്കുന്ന രണ്ട് വർഗം. മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു റസൂലായി അയച്ചുകൊണ്ട് ഹിദായത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിയോഗിച്ച് സ്വർഗവും നരകവും കൊണ്ട് സുവിശേഷവും താക്കീതും നൽകാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഭൂമി മണ്ണിലുള്ള ബുദ്ധിയുള്ള രണ്ട് വർഗമാണ്. ഒന്ന് ജിന്നും ഒന്ന് ഇൻസും. പക്ഷെ ജിന്ന് എന്ന് കേൾക്കുമ്പോഴേക്ക് വഹാബി കുഞ്ഞാടുകൾ എന്താ പറയാ, കറണ്ട് വന്നപ്പോൾ പോയി, വൈദ്യുതി വന്നപ്പോൾ ജിന്നൊക്കെ പോയി, പണ്ട് എത്ര ജിന്ന, കറണ്ട് വന്നപ്പോൾ ജിന്നൊക്കെ പോയി, ഇങ്ങനെ സാധാരണക്കാർ പറയാ. ജിന്നിന്റെ സോക്കേട് എന്ന് പറഞ്ഞാൽ അപ്പോ അന്ധവിശ്വാസം. ജിന്നിന്റെ സോക്കേടോ, ജിന്നിളക, ജിന്ന് കൂടി, ജിന്ന് ബാധിച്ചു എന്ന് പറഞ്ഞാലോ മഹാകള്ളം, അന്ധവിശ്വാസം, പെട്ടെന്ന് വിധി എഴുതും. ഈ ജിന്ന് ഇങ്ങനെയൊന്നും ബാധിക്കാൻ കഴിയില്ല എന്നാണ് സാധാരണക്കാരായ മുജാഹിദുകൾ മുഴുവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. ആരാണിത് ധരിപ്പിച്ചത്? ജിന്നിൻ്റെയും പിശാച്ചിൻ്റെയും യഥാർത്ഥത്തിലുള്ള നിലപാടുകളും യഥാർത്ഥത്തിൽ അവർക്കുള്ള ശക്തിയും അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ അവർക്കുള്ള രീതിയും എന്തുകൊണ്ട് മുജാഹിദുകൾ ഇന്നുവരെ വിഷയമാക്കിയില്ല, അവർ ചർച്ച ചെയ്തില്ല? കുഞ്ഞാടുകളെ പഠിപ്പിക്കാത്തത് കൊണ്ടല്ലേ വളരെ പെട്ടെന്ന് ഈ പ്രശ്നം ഇത്ര രൂക്ഷമാകാൻ കാരണം. പണ്ടേ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇത്തരം വിഷയം വരുമ്പോൾ ആളുകൾക്ക് തിരിയല്ലോ. ഇപ്പൊ അവരീത്ത ആളുകൾ നെട്ടോട്ട് വിടുക, എന്താ ഇവിടെ നടക്കണ്, ജിന്നും പിശാച്ചു ഇറങ്ങിയോ, ജിന്നും പിശാച്ചു ഇറങ്ങിയോ, ജിന്നും പിശാച്ചു ഇറങ്ങിയോ, ദാപത്തുലാറിൽ ഇറങ്ങിയോ, ദജ്ജാൽ ഇറങ്ങിയോ എന്ന് പറഞ്ഞ് നടക്കുക ഒരു കൂട്ടര്. ഖിയാമത്ത് നാളിൻ്റെ അടയാളോ ദാപത്തുലാറിൽ വന്നോ, ദജ്ജാൽ വന്നോ, യജൂജ് മജൂജ് വന്നോ എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ നടക്കുമ്പോൾ നമ്മളെ മുമ്പ് അല്ലാഹു തആല പടച്ച ജിന്ന് എന്നുള്ള വർഗം ഉണ്ടോ, എന്താ ഈ വന്നതെന്ന് ആലോചിച്ചിട്ടാ ഇപ്പോഴത്തെ ആളുകൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഭൂമി മണ്ണിലുള്ള മനുഷ്യരെ പോലത്തെ മനുഷ്യരുടെയും മുമ്പ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള ബുദ്ധിയുള്ള വർഗമാണ് ജിന്ന്. ഈ ജിന്നിലേക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റസൂലാണ്. നബി ജിന്നിലേക്ക് റസൂൽ അല്ല എന്നോ റസൂലാണെന്ന സത്യം നിരാകരിച്ചുകൊണ്ടോ ഒരാൾ നിന്നാൽ അയാൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല, കാഫിറാണ്. അപ്പം നമ്മെ പോലെ സത്യാശയം പഠിപ്പിക്കേണ്ടവരും സംസ്കരിക്കപ്പെടേണ്ടവരും പ്രബോധനം ചെയ്യപ്പെടേണ്ടവരും ശുദ്ധീകരിക്കപ്പെടേണ്ടവരും സ്വർഗവും നരകവും താക്കീതും സുവിശേഷവും അറിയിക്കപ്പെടേണ്ടവരുമാകുന്നു ജിന്നുകൾ എന്ന് അള്ളാഹു തീരുമാനിച്ച ഒരു വർഗമാകുമ്പോൾ
ആ വർഗത്തെ നമ്മോട് ചേർത്തിക്കൊണ്ട് ഭൂമിയിൽ തന്നെ വസിപ്പിച്ച ഒരു ബുദ്ധിയുള്ള വർഗമാകുമ്പോൾ ആ രണ്ട് വർഗത്തെയും കൂട്ടിച്ചേർത്തിട്ട് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എല്ലാവരും ഓതുന്ന ആയത്താണ്. ജിന്നിനെയും ഇൻസിനെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മെ അറിഞ്ഞ് വണങ്ങി വിശ്വസിച്ച് ആരാധിക്കാനാണ്. അപ്പൊ ജിന്നിനെയും ഇൻസിനെയും ഒപ്പം ചേർത്തുകൊണ്ട് അല്ലാഹു തആല പറയുന്നു വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജഹന്നമിന് വേണ്ടി നാം തയ്യാറാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട് മനുഷ്യന്മാരിൽ നിന്നും ധാരാളം പേർ, ജിന്നിൽ നിന്നും ധാരാളം പേർ. ജിന്നും ഇൻസും ചേർത്ത സകലൈൻ, ഭൂമിക്ക് ഭാരം കൊടുക്കുന്ന രണ്ട് വർഗം എന്നാണ് ജിന്നിനെയും ഇൻസിനെയും പ്രമാണങ്ങൾ വിശദീകരിക്കുന്നത്. ഇങ്ങനെയുള്ള രണ്ട് വർഗത്തിന് മനുഷ്യന്റെ മേൽ ജിന്നിന് എന്താണ് ആധിപത്യം എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ അകത്ത് തന്നെ മനുഷ്യന്റെ ജിന്നിലുള്ള ആധിപത്യമുണ്ടല്ലോ. ആരാ ജിന്നിന്റെ അബാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആളല്ലേ ശൈത്വാൻ, ഇബ്ലീസ്. ഇബ്ലീസ് എന്ന് പറയുന്ന ആളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് കാന അബൽ ജിന്നി, ജിന്ന് വർഗത്തിന്റെ തന്തയാണ്. ജിന്ന് വർഗത്തിന്റെ ബാപ്പയായ ശൈത്വാൻ അല്ലേ മനുഷ്യരെ ആജന്മ ശത്രുവായി നിന്നിട്ട് മനുഷ്യരെ വഴിപഴപ്പിക്കുമെന്ന് ശപഥം ചെയ്ത ആൾ. അള്ളാഹുവിൻ്റെ പരീക്ഷണാർത്ഥം എല്ലാവിധ കഴിവുകളും എല്ലാവിധ ഒത്താശകളും നൽകിയിട്ട് മനുഷ്യനെ എത്രത്തോളം പിഴപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം പിഴപ്പിക്കുവാനുള്ള എല്ലാ ശേഷികളും അള്ളാഹു തആല ചെയ്തു കൊടുത്തുകൊണ്ട് പരീക്ഷണാർത്ഥം നിശ്ചയിച്ചിരിക്കുന്ന ദുശക്തിയല്ലേ ശൈത്വാൻ. എല്ലാ നബിമാർക്കും അല്ലാഹു തആല വഹ്യ് നൽകിയത് ഖുർആൻ പറയുന്നത് അനിഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ദുശക്തിയായ ചെകുത്താനെ വർജിക്കുക എന്നാണ്. അപ്പൊ അല്ലാഹു എന്ന് നമ്മൾ ആരാധിക്കേണ്ട ആരാധ്യനായ അല്ലാഹു, ആ അള്ളാഹുവിൻ്റെ പ്രതിയോഗിയായി ഒരു കൂട്ടം ആളുകൾ എന്ന് വേണ്ട നരകത്തിന്റെ വിറകുകളായ ബഹുദൈവ വിശ്വാസികൾ അത്രയും ആരോധിക്കുന്നത് പിശാചിനാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നില്ലേ? വിഗ്രഹാരാധകർ ആരാധിക്കുന്നത് യഥാർത്ഥത്തിൽ പിശാചനാണ്. ആൾ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവർ ആരാധിക്കുന്നത് യഥാർത്ഥത്തിൽ പിശാചനാണ്. കല്ലിനും മണ്ണിനും ആരാധിക്കുന്നവർ ആരാധിക്കുന്നത് യഥാർത്ഥത്തിൽ പിശാചനാണ്. ബഹുദൈവങ്ങളെ പൂജിക്കുന്ന മുഴുവൻ ആളുകളും പൂജിക്കുന്നതും ബഹുദൈവങ്ങളിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും വിശ്വസിക്കുന്ന യഥാർത്ഥത്തിലുള്ള കള്ള ദൈവം പിശാചാണ്. എല്ലാ ബഹുദൈവങ്ങളുടെയും പിന്നിലുള്ള കള്ളി പിശാചാണ്. ആ പിശാചിനെ വെടിയുക, അല്ലാഹുവെ ഇബാദത്ത് ചെയ്യുക എന്നതാണ് അല്ലാഹു തആല എല്ലാ നബിമാർക്കും നൽകിയ വഹയിന്റെ അന്തസ്സത്ത എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആരാ പിശാച്? എത്ര ശക്തനാ പിശാച്? ആ പിശാചിന്റെ മക്കൾക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്നത് എന്തെല്ലാം തരത്തിലുള്ള കഴിവുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്? എന്തിന്? മനുഷ്യനെ പരീക്ഷിക്കാൻ. ആ പരീക്ഷണാർത്ഥം നൽകിയ കഴിവുകളുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യന് ജിന്ന് ബാധിക്കും, പിശാച് ബാധിക്കും. ജിന്നിലെ ദുശക്തികളാണ് പിശാച്. മനുഷ്യരിലെ ദുശക്തികളെയും തോന്നിയാസികളെയും വിളിക്കും പിശാച് എന്ന്. എല്ലാവർക്കും അറിയാം. അതൊക്കെ ഇപ്പൊ ഈ ജിന്ന്, പിശാച്, റുഖിയ, ശറയ്യ എന്നുണ്ട്. ഈ ശബ്ദം തന്നെ കേൾക്കല്ലേ, എന്താ ഈ പറയുന്നത്? അപ്പൊ തന്നെ നോക്കിങ്ങൾ അറബിലാക്കിയത്. ജിന്നും പിശാച്ചും എല്ലാവർക്കും അറിയാം. റുഖിയ ശറയ്യ എന്നതിന്റെ അർത്ഥം എന്താ അറിയോ? അതെല്ലാവർക്കും അറിയില്ല. സാധാരണക്കാരൻ വായിക്കുമ്പോൾ എന്തോ ഒരു സാധനമാണെന്ന് കരുതിക്കോട്ടെ എന്നാ. റുഖിയ ശറയ്യ എന്ന് പറഞ്ഞാല് ശറഅ അനുവദിച്ച മന്ത്രം എന്നാ അതിന്റെ അർത്ഥം. ജിന്നി, പിശാച്ച്, മന്ത്രം എന്നെന്തുകൊണ്ട് മലയാളത്തിൽ എഴുതുന്നില്ല? ജിന്നി, പിശാച്ച്, മന്ത്രം എന്ന്. അപ്പൊ മന്ത്രം എന്ന് പറയുന്നതാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് ജനങ്ങൾ അറിയരുത് എന്ന ശരിയായ തെറ്റിദ്ധാരണ പരത്തണമെന്ന ദുശ്ചിന്തയോടുകൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥം പോലും കേരള ജംഇയ്യത്തുൽ ഉലമ ഇറക്കുന്നത്. എന്നിട്ട് ഇതിൽ പറയുന്നത് എന്താണ്? മന്ത്രിക്കുന്നതൊക്കെ മനുഷ്യണ്ടാക്കിയതാണ്. മന്ത്രം എന്നിട്ടൊന്നും ഇടപാടൊന്നുമില്ല. പക്ഷെ റുഖിയ, എന്താ പിന്നെ റുഖിയ തന്നെ ഇതർത്ഥം? റുഖിയ തന്നെ പിന്നെ പറ, അത് പ്രാർത്ഥന. എന്നാ പ്രാർത്ഥന തന്നെ പറഞ്ഞാൽ പോരെ? എന്നാ പ്രാർത്ഥന തന്നെ പറഞ്ഞാൽ പോരെ? എന്തിനാ റുഖിയ? അപ്പൊ റുഖിയ ശറയ്യ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണോ റുഖിയ? അള്ളാന്റെ റസൂല് ദീനുമായി വരുന്നതിന് മുൻപ് ജാഹിലിയ്യത്തിലുണ്ട് റുഖിയ മന്ത്രങ്ങൾ, ജൂതന്മാരിലുണ്ട് റുഖിയ മന്ത്രങ്ങൾ, ക്രിസ്ത്യാനികളിലുണ്ട് റുഖിയ മന്ത്രങ്ങൾ. ഇസ്ലാം ഇവിടെ വരുന്നതിന് മുൻപുള്ള മുഴുവൻ മതക്കാരിലും വേദക്കാരിലുമുണ്ട് പിശാച്ചും, പിശാച്ചിന്റെ ഉപദ്രവവും, പിശാച്ചിന്റെ ഇളക്കവും, പിശാച്ചിന്റെ മന്ത്രവും. ഇന്ന് നിരീക്ഷിച്ചു നോക്കി, ക്രിസ്ത്യാനികളിൽ ഇന്നും ചെയ്ത്താനിളക്കല്ലേ? ചെയ്ത്താനെ ഇളക്കുന്ന ചികിത്സല്ലേ? പിശാച്ചിനെതിരുള്ള മന്ത്രല്ലേ? ഭൂതത്തിനെതിരുള്ള മന്ത്രല്ലേ? ഉണ്ട്. ഹിന്ദുക്കളിൽ ഹോമമില്ലേ? ഹിന്ദുക്കളിൽ മന്ത്രമില്ലേ? ഉണ്ട്. ജൂതന്മാർക്ക് ഈ തരത്തിലുള്ള ചികിത്സകളില്ലേ? ഉണ്ട്.
അള്ളാന്റെ റസൂല് മദീനത്ത് വരുമ്പോ ജൂതന്മാർക്കില്ലേ? ഉണ്ട്. അള്ളാന്റെ റസൂലിനെ സിഹർ ചെയ്തത് ആരാണ്? ജൂതനാണ്. ജൂതനായ ആൾ റസൂലുള്ളാഹിനെ സിഹർ ചെയ്തു എന്നത് ബുഖാരിയും മുസ്ലിമും വ്യക്തമാക്കിയിട്ടുള്ള ഹദീസാണ്. ഇപ്പത്തെ മുജാഹിദുകളിലെ ഔദ്യോഗിക വിഭാഗമെങ്കിലും അത് അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോഴും പഴയ നിഷേധത്തിലും ജിന്നിന്റെ ശക്തിയുടെ നിഷേധത്തിലും നിൽക്കുന്ന ജമാഅത്തുകാരും ആ ജമാഅത്ത് ചിന്തയിൽ തന്നെ നിലകൊള്ളാൻ വേണ്ടിയിട്ട് മുജാഹിദുകളിൽ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള മടവൂർക്കാരും, ഈ രണ്ടു കൂട്ടരെ മാറ്റി നിർത്തിയാൽ ഔദ്യോഗിക വിഭാഗം ഇപ്പതൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സമ്മതിക്കും. എല്ലാ മതങ്ങളിലും ചികിത്സ ഉണ്ട്. ജൂതന്മാര് സിഹിർ ചെയ്തിട്ടുണ്ട് നബിനേന്ന്. ആ സിഹിറിനെതിരിലും മന്ത്രമില്ലേ? ഉണ്ട്. ആ സിഹിറിനെതിരിൽ ചികിത്സയില്ലേ? ഉണ്ട്. പിശാച്ച് ബാധക്കെതിരെ ചികിത്സ നടന്നിട്ടില്ലേ? ഉണ്ട്. പിശാച്ചിനെ എവിടെ മുതൽ ബാധിക്കും? എല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ എല്ലാവരും അറിയാവുന്നതും വായിക്കുന്നതുമായ പരമാർത്ഥം. ഒരു മനുഷ്യ കുഞ്ഞും ഇവിടെ പെറ്റ് വീഴുമ്പോൾ കരയാതെ പിറന്നു വീഴുന്നില്ല. കരയാതെ ഒരു മനുഷ്യ കുഞ്ഞും ഇവിടെ പിറന്നു വീഴുന്നില്ല. വൈദ്യന്മാരുടെ മുമ്പിലോ ഡോക്ടർമാരുടെ മുമ്പിലോ എന്തിനാണ് കുഞ്ഞ് കരയുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു പ്രകൃതി നിയമം, അത് പ്രകൃതിയുടെ ഒരു വ്യവസ്ഥിതി എന്ന് മനസ്സിലാക്കുള്ളൂ. പക്ഷെ അള്ളാന്റെ റസൂൽ അങ്ങനെയല്ല വിശദീകരിച്ചത്. പിശാച്ചിന്റെ ബാധ ഏൽക്കാതെ, പിശാച്ച് തോണ്ടാതെ ഒരു കുഞ്ഞും ഇവിടെ പ്രസവിക്കപ്പെടുന്നില്ല. ആ പിശാച്ചിന്റെ ബാധ കൊണ്ടാണ് പ്രസവിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ കരയുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സമുദായമാണ് ഈ സമുദായം. അതിന്റെ പേരിൽ തന്നെ പ്രസവിച്ച് വീഴുമ്പോൾ ഈ വലതുകാതിൽ ബാങ്കും ഇടതുകാതിൽ ഇഖാമത്തും കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന സമുദായമാണ് ഈ സമുദായം. അതിവിടുത്തെ വഹാബികളും സമ്മതിക്കുന്നതാണ്, സുന്നികൾ ആചരിച്ചു വരുന്നതുമാണ്, എപ്പോഴും എല്ലാവരും ആചരിക്കുന്നതാണ്. അപ്പൊ എപ്പം തുടങ്ങും പിശാച്ചിന്റെ ബാധ? ഇത് മാനസിക ബാധയല്ലല്ലോ. ചെറിയ ചോരക്കുഞ്ഞിനെ മാതാവ് പ്രസവിക്കുന്ന സമയത്ത് എന്തിനാണ് പിശാച്ച് ദുർബോധന നടത്തുന്നത്? അവിടെ ദുർബോധനമില്ല, മനസ്സിലെ വസുവാസില്ല, മനസ്സിൽ ദുശ്ചിന്തയില്ല, നിഷ്കപടമായ മുഖം. ആ മുഖം ഈ കരച്ചിൽ കഴിഞ്ഞാൽ വെളുക്കെ ചിരിക്കുന്നത് കാണാം, പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കുന്നത് കാണാം. നിഷ്കളങ്ക മുഖം. ആ നിഷ്കളങ്ക മുഖമുള്ള കുഞ്ഞ് മനുഷ്യ കുഞ്ഞാണോ? ഇവിടെ ജനിച്ചു വീഴുന്നത് കരഞ്ഞിട്ടാണ്. ഈസാ നബി അലൈഹിസ്സലാമും അവരുടെ മാതാവുമല്ലാത്ത മനുഷ്യ കുഞ്ഞുങ്ങൾ അത്രയും ഇങ്ങനെ ജനിച്ചു വീണവരാണെന്ന് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോൾ മനുഷ്യന്റെ ജന്മസമയത്ത് തന്നെ ശാരീരികമായി പിശാച്ച് ബാധിക്കുന്ന ആ ബാധ ഏറ്റുകൊണ്ടും അതിൻ്റെ മന്ത്രമായി കാതിൽ ബാങ്ക് കൊടുത്തുകൊണ്ട്, പ്രാർത്ഥനയല്ല, റുഖിയ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയല്ല, അതിൻ്റെ മന്ത്രമായാണ് വലതുകാതിൽ ബാങ്ക് കൊടുക്കുന്നത്. റസൂലുള്ളാഹിന്റെ പൊന്നാര മോൻ, ഫാത്തിമ ബീവിയുടെ പൊന്നാര മോൻ ഹസൻ എന്നവരുടെ കാതിൽ അള്ളാന്റെ റസൂലാ നേരിട്ട് ബാങ്ക് കൊടുത്തത്. അവരുടെ ഇടതുകാതിൽ ഇഖാമത്ത് കൊടുത്തത് നബിയാണ്. ഹുസൈൻ എന്ന മോന്റെ കാതിലും ഇടത്തും വലത്തും ബാങ്കും ഇഖാമത്ത് കൊടുത്തത് നബിയാണ്. ഇബ്നു അബ്ബാസ് എന്ന സ്വഹാബി വര്യന്റെ കാതിൽ ബാങ്കും ഇഖാമത്തും കൊടുത്തത് നബിയാണ്. എന്തിനാണ് ഈ ബാങ്കും ഇഖാമത്തും? ജനിച്ചു വീഴുമ്പോഴേ ശരീരത്തിൽ സ്പർശിച്ച പിശാചിന്റെ ബാധ, ശാരീരിക ബാധയാണത്. ആ ബാധ തുടരാതെ, ആ ബാധ ഒഴിഞ്ഞു പോകാൻ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ട് മേലിൽ ഈ കുട്ടി എൻ്റെ കുട്ടിയാണ്, റസൂലിൻ്റെ കുട്ടിയാണ് എന്നറിയിക്കാൻ ഇസ്ലാമിക സംസ്കാരത്തിൽ നിർദ്ദേശിക്കപ്പെട്ടതാണ് ജനിച്ചു വീഴുമ്പോഴുള്ള കുഞ്ഞിൻ്റെ ബാങ്കും ഇഖാമത്തും. ഇത് വഹാബി കുട്ടിയേക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? വഹാബികളുടെ ഖുതുബയിൽ പറഞ്ഞു കൊടുക്കാറുണ്ടോ? പ്രസംഗത്തിൽ പറഞ്ഞു കൊടുക്കാറുണ്ടോ? പിന്നെ ശാരീരികമായ സ്പർശം യഥാർത്ഥത്തിൽ ജിന്നിനോ പിശാചിനോ മനുഷ്യ കുഞ്ഞിലില്ല എന്ന് പറയുന്നത് എത്ര വലിയ പൊട്ടത്തരാ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വിട്ടു. പിശാചിന്റെ ബാധയേറ്റാൽ നടക്കാൻ കഴിയാത്ത വിധം, നിൽക്കാൻ കഴിയാത്ത വിധം വീണുകൊണ്ടിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? അല്ലദീന യഅ്കുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. വിശുദ്ധ ഖുർആനല്ലേ? പലിശ തിന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, ആ പലിശ തിന്നുന്ന ആളുകൾ അവരുടെ ഖബറിൽ നിന്ന് അവർക്ക് പുനർജന്മം നൽകി. ആ ഖബറിൽ നിന്ന് അവർ എഴുന്നേൽക്കുമ്പോൾ ലാ യഖൂമൂന, അവർ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല, ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പിശാച് ബാധയേറ്റിട്ട് ശാരീരികമായി ക്ഷീണം ബാധിച്ച മനുഷ്യൻ ആകെ നിൽക്കാൻ വയ്യാതെ കാലുറക്കാതെ വീഴുന്നത് പോലെ വീണുകൊണ്ടല്ലാതെ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, വിശുദ്ധ ഖുർആനാണ് പിശാചിന്റെ ബാധയും ആ ബാധയെ തുടർന്നുണ്ടാകുന്നതായ ഈ ഇളക്കവും വീഴ്ചയും പറയുന്നത്. അതൊക്കെ ഇപ്പോ മുജാഹിദുകളിലെ
ഔദ്യോഗിക വിഭാഗം സമ്മതിച്ചു വരുന്നു. പക്ഷെ ഔദ്യോഗിക വിഭാഗം സമ്മതിക്കുന്നതും നമ്മളെ സുന്നികൾ അറിയില്ലല്ലോ. ഔദ്യോഗിക വിഭാഗം സമ്മതിക്കുന്നത് അവരുടെ കുഞ്ഞാടുകളും അറിയില്ലല്ലോ. അപ്പൊ അത്തരം ആളുകളൊന്ന് കേൾപ്പിക്കാൻ കേരള ജംഇയ്യത്തുൽ ഉലമാ തന്നെ ഔദ്യോഗികമായി പുറത്തിറക്കിയ പുസ്തകത്തിന്റെ ഏതാനും ചെറിയ വാചകങ്ങൾ ഞാൻ വായിക്കാം. പിന്നെ എവിടെയാണ് അവർക്ക് സമ്മതിക്കുക അപ്പോഴും പ്രയാസം, ആ ഭാഗത്തേക്കും നമുക്ക് വേഗം കടക്കാം. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങളും അവയുടെ അടിസ്ഥാനത്തിലുള്ള അഹ്ലുസുന്നയുടെ വീക്ഷണങ്ങളും ജിന്ന് മനുഷ്യ ശരീരത്തിൽ ഭൗതികമായ സ്വാധീനങ്ങൾ ചെലുത്തുമെന്ന് പഠിപ്പിക്കുന്നു. ഭൗതികമായ സ്വാധീനം ജിന്നിനുണ്ട് എന്ന് വിശുദ്ധ ഖുർആനും അഹ്ലുസുന്നത്തിന്റെ വീക്ഷണങ്ങളും. അഹ്ലുസുന്നത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സുന്നികൾ എന്നല്ല, തങ്ങൾ സുന്നികൾ എന്നാണ് അവർ പറയുന്നത്. സ്വന്തം ഞങ്ങൾ സുന്നികളാണ് എന്ന് പറഞ്ഞിട്ട് അഹ്ലുസുന്ന അത് പഠിപ്പിക്കുന്നു. കേവല ബുദ്ധിയുടെ പേരിൽ ഈ വസ്തുതകളെ നിഷേധിക്കുന്ന പ്രവണത അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഖുർആൻ പറയുന്നത് നോക്കുക, അല്ലദീന യഅ്കുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പലിശ തിന്നുന്നവർ പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല. 2:275 ഖുർആനിലെ അൽ ബഖറ 275 പരിഭാഷ എന്നും പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബാധ ബാധിച്ചവൻ എഴുന്നേൽക്കും പോലെയല്ലാതെ എഴുന്നേൽക്കൂല എന്ന് ഇപ്പം പറയുന്നത് ആർക്കെതിരിലാണ്? മുജാഹിദുകൾ വഹാബികൾക്കെതിരെ, മടവൂർ വിഭാഗം വഹാബികൾക്കെതിരെ, ആ വഹാബികൾക്ക് ആശയം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന ജമാഅത്തുകാർക്കെതിരെ, ഈ രണ്ട് കൂട്ടർക്കെതിരെയാണ് ഇപ്പൊ ഔദ്യോഗിക മുജാഹിദ് വിഭാഗം ഈ ആയത്തിന്റെ പരിഭാഷ കൊടുത്തിട്ട് ബാധിക്കും എന്ന് പറയുന്നത്. ഈ ബാധിക്കും എന്ന് പറയുന്നവർ തന്നെ പക്ഷെ ഈ പിശാചിന്റെ പേരിൽ ഇളക്കിയിട്ടോ ചികിത്സിച്ചിട്ടോ അതും കാണിച്ചിട്ടോ ഒന്നും ചെയ്യല്ലോ എന്നാ പറയുന്നത്. ഞാൻ ആ ഭാഗം കൂടി വായിക്കാം. ഈ പറഞ്ഞത് ഇതേ പുസ്തകത്തിന്റെ, ഇനി ഞാൻ വായിക്കുന്നത് ഇതേ പുസ്തകത്തിന്റെ 49-ാം പേജിൽ. ജിന്ന് ബാധ ഏറ്റിയത് ഏതാഞ്ഞ് സമ്മതിക്കാൻ പറ്റാത്തത്? എവിടെയാണ് ഇപ്പൊ സുന്നികളും വഹാബികളും തമ്മിൽ തർക്കമുള്ളത് എന്ന് ഇപ്പൊ പുതുതായി പഠിച്ചിട്ട് വഹാബി വിഭാഗത്തിന്റെ പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമാ പുറത്തിറക്കിയ പുസ്തകത്തിലെ വാചകങ്ങളാണ്. ആ വാചകങ്ങൾ ഞാൻ വായിക്കട്ടെ. ജിന്നുബാധയേറ്റു എന്ന് കരുതപ്പെടുന്ന ഒരാളെ അടിക്കുക, കഴുത്ത് ഞെരിക്കുക തുടങ്ങിയവയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ്, അതുപോലെ ഒരു മുഫ്തി, മരിച്ചുപോയി, മക്കത്തെ മുഫ്തി, അദ്ദേഹത്തെ ഇയാൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലി ആദരിക്കുന്ന ആളാ, നൽകിയ മറുപടി ഇപ്രകാരമാണ്. ആ മറുപടിന്റെ പരിഭാഷ: ചില ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, അതൊഴിവാക്കേണ്ടതു തന്നെയാണ്. മതത്തിൽ അനുവദനീയമായിട്ടുള്ളത് ഖുർആൻ പാരായണവും സ്ഥിരപ്പെട്ട നല്ല പ്രാർത്ഥനകൾ നിർവഹിക്കലുമാണ്. അതാണ് നബിയിൽ നിന്നും സ്വഹാബത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നത്. അവരാരെങ്കിലും രോഗികളെ അടിച്ച് ചികിത്സിച്ചിരുന്നതായി നമുക്കറിയില്ല. ചില പണ്ഡിതന്മാർ അങ്ങനെ ചെയ്തു എന്നത് തെളിവല്ല, സംശയാസ്പദമായ കാര്യമാണത്. ഒരു മനുഷ്യൻ മന്ത്രവും ചികിത്സയുമൊക്കെയായി രംഗത്ത് വരികയും ജനങ്ങളെ അടി, കഴുത്ത് ഞെരിക്കൽ തുടങ്ങിയവയിലൂടെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് അയാൾ ഗുണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും രോഗിയുടെ മരണത്തിനു തന്നെ കാരണമാവാം. അതിനാൽ അത് ഒഴിവാക്കൽ നിർബന്ധമാണ്. വലിയ അപകടം സൃഷ്ടിക്കുന്ന ഈ കാര്യം ചെയ്യാതിരിക്കലും അതിന് വിധേയനാവാതിരിക്കലും അനിവാര്യമാണ്. ഇതിലൊക്കെ എന്തെങ്കിലും നന്മ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതരോ സ്വഹാബികളോ നമുക്ക് വിശദീകരിച്ചു തരുമായിരുന്നു. മാത്രവുമല്ല, ഇതിലധികവും വെറും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ഇബ്നു ബാസിന്റെ ഫത്വയുടെ സമാഹാരം, അതിന്റെ പരിഭാഷയാണ്. ശേഷം തുടരുന്നു: ഇത്തരം ചികിത്സാരീതികളും മർദ്ദനങ്ങളുമൊക്കെ ഒരു തരം പൈശാചിക പ്രേരണയാണെന്ന് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അഭിപ്രായപ്പെട്ടത് കാണാം. ജിന്ന് ബാധിച്ചയാളെ അടിക്കുക, കഴുത്ത് ഞെരുക്കുക തുടങ്ങിയ ചികിത്സാ സമ്പ്രദായം പൈശാചിക പ്രേരണ, പിശാച് വസ്വാസ് ഉണ്ടാക്കിയിട്ടുണ്ടാക്കുന്ന ദുർബോധനത്താൽ ഉണ്ടാകുന്നതാണെന്ന് ഇവരുടെ വലിയ മുഹദ്ദിസ് നാസിറുദ്ദീൻ അൽബാനി അഭിപ്രായപ്പെട്ടത് കാണാം. ഇത്തരം ചികിത്സകൾക്ക് തെളിവായി ഉദ്ധരിക്കാറുള്ള ചില സംഭവങ്ങളുടെ നിജസ്ഥിതി കൂടി നമുക്ക് പരിശോധിക്കാം. ഇതൊന്നും വഹാബികളിൽ നിന്ന് മേലാൽ കേൾക്കൂല, ഇതുവരെ കേട്ടിട്ടില്ല, ഈ പുസ്തകത്തിൽ തന്നെ കേൾക്കുള്ളൂ. ഇതോടെ ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഈ കളികളൊക്കെയും കളിക്കുന്നത്. പക്ഷെ സക്കരിയ സ്വലാഹി വിടുന്നില്ല.
കൂട്ടക്കാരും വിടുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നേ ഉള്ളൂ. ഇവർ വീണ്ടും പറയുന്നത് നോക്കി, ഇത്തരം ചികിത്സകൾക്ക് തെളിവായി ഉദ്ധരിക്കാറുള്ള ചില സംഭവങ്ങളുടെ നിജസ്ഥിതി കൂടി നമുക്ക് പരിശോധിക്കാം. ഇബ്നു അബീ ശൈബ യഅ്ല ഇബ്നു മുർറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന താഴെ കൊടുത്ത സുദീർഘമായ ഹദീസാണ് ഒരു തെളിവ്. നബിയിൽ നിന്ന് മുമ്പ് ആരും, വല്ലാത്തൊരു കളി ഇവിടെ നടക്കുന്നുണ്ട്. ഹദീസിന്റെ പരിഭാഷ നേരത്തെ കൊടുക്കുകയാണ്, ഹദീസ് അറബിയിൽ അവിടെ ഉദ്ധരിക്കുകയാണ്, ഹദീസിന്റെ പരിഭാഷ പിന്നെ ചേർക്കുന്നില്ല. ആശയം ഇഷ്ടമുള്ളത് കൊടുക്കുക, അതൊരു വലിയ സൂത്രമാണ്. ഹദീസിന്റെ പരിഭാഷ കൊടുക്കുമ്പോൾ വഹാബി കുഞ്ഞാടുകൾ ഇത് സമ്മതിക്കൂല, അവർക്കിത് ദഹിക്കൂല, പെട്ടെന്ന് അവർ വലിച്ചെറിയും, ഇത് തങ്ങളെ കൈവടിയുന്നവർക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് പറയാം, മലയാളത്തിൽ പറയാണ്. എന്താ പറയുന്നത്? നബിയിൽ നിന്ന് മുമ്പ് ആരും കണ്ടിട്ടില്ലാത്തതും ശേഷം ആരും കാണാൻ സാധ്യതയില്ലാത്തതും അസാധാരണവുമായ 3 കാര്യങ്ങൾ നബിയോടൊന്നിച്ചുള്ള ഒരു യാത്രയിൽ കണ്ടത് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. യഅ്ല ഇബ്നു മുർറ. അകലെയുള്ള 2 വൃക്ഷങ്ങൾ അടുത്തു വന്ന് നബിക്ക് വിസർജിക്കുവാനുള്ള മറയായി ചേർന്നു നിന്നതും അനന്തരം പൂർവസ്ഥാനത്തേക്കു തന്നെ തിരിച്ചുപോയതുമാണ് ഒന്നാമത്തെ സംഭവം. അത് ഹദീസിൽ ഒന്നാമത്തെ സംഭവമല്ല. നോക്കണം നിങ്ങൾ, ഹദീസിൽ അത് ഒന്നാമത്തെ സംഭവമല്ല. പക്ഷെ ഒന്നാമത്തെ സംഭവം ആക്കുന്നത് എന്തിനാണ്? ലഘുവായിട്ട് ഇങ്ങനെ സാധാരണക്കാരനെ പഠിപ്പിക്കുക. ഒന്ന്. ഇനി രണ്ടാമത്തത്, ഒരൊട്ടകം നബിയുടെ മുമ്പിൽ വന്ന് കണ്ണീരൊഴുക്കി പരാതിപ്പെട്ടപ്പോൾ ഉടമസ്ഥനെ വിളിച്ച് നബി പരിഹാരം നിർദ്ദേശിച്ചതാണ് രണ്ടാമത്തത്. എന്ന് ഒട്ടകം റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വന്ന് കരഞ്ഞിട്ട് നബിയോട് അപേക്ഷ പറഞ്ഞത് നമ്മൾ മങ്കൂസിൽ പൗരത്തിൽ പറയുമ്പോൾ അത് ലൈഫാണ്, കള്ളക്കഥയാണ്, വാറോലയാണ് എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ ധരിക്കുന്നത് നോക്കി. രണ്ടാമത്തെ സംഭവം, കണ്ണീരൊഴുക്കി ഒട്ടകം വന്ന് പരാതിപ്പെട്ടപ്പോൾ ഉടമസ്ഥനെ വിളിച്ച് നബി പരിഹാരം നിർദ്ദേശിച്ചതാണ് രണ്ടാമത്തത്. ഹദീസിൽ ഒന്നാമത് പറഞ്ഞത് ഇനി ഇവർ മൂന്നാമത് പറയുന്നത് നോക്കി. പരിഭാഷല്ല. ഒരു സ്ത്രീ രോഗിയായ തൻ്റെ കുട്ടിയെപ്പറ്റി നബിയോട് ആവലാതിപ്പെട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയെ അടിക്കുകയും വായിൽ ഊതുകയും അള്ളാഹുവിൻ്റെ ശത്രു നീ പോ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആ കുട്ടി പ്രസ്തുത രോഗബാധയിൽ നിന്നും മുക്തനായി എന്നതാണ് മൂന്നാമത്തെ സംഭവം. ഇത് ഹദീസിൽ ഒന്നാം സംഭവം. ഇപ്പൊ ജിന്ന് ബാധിച്ച ഒരു കുട്ടിനെ അള്ളാന്റെ റസൂല് അടിച്ചു, എന്നിട്ട് വായിൽ ഊതി കൊടുത്തു, എന്നിട്ട് പോ ജിന്നേന്നും പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ജിന്നിനെ പിശാച്ചിനെ നബി ഇളക്കി വിട്ടു, പുറത്താക്കി. ഈ പുറത്ത് ചാടിച്ചു എന്ന് പറയുന്ന ചികിത്സയാണല്ലോ സക്കരിയ സലാഹിക്കതിൽ പറയുന്നത്. ആ ചികിത്സ ഹദീസിൽ ഒന്നാമത് പറഞ്ഞത് മൂന്നാമത് പറയുന്നു. എന്നിട്ട് പറയാം, പൂർവികർ മനസ്സിലാക്കിയ പോലെ ഈ ഹദീസുകൾ മനസ്സിലാക്കുന്ന ആർക്കും അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളാണെന്ന് കാണാൻ പ്രയാസമില്ല. ഹദീസുകളുടെ പദപ്രയോഗം തന്നെ ഇത് മുഅ്ജിസത്തുകളാണെന്നതിന് തെളിവാണ്. മാത്രമല്ല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാർ ഇത് മുഅ്ജിസത്തുകളാണെന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ സംഭവം ഇങ്ങനെയാണ് മുസന്നഫിൽ ഉദ്ധരിക്കുന്നത്. എന്നിട്ട് മുസന്നിഫിലെ ഹദീസ് അറബിലൊന്നായിട്ടും ചേർത്തേക്കുക. അറബിൽ ചേർത്തതിന് പരിഭാഷല്ല. ഇതിൽ ചേർത്ത മുഴുവൻ ആയത്തിനും പരിഭാഷ ഉണ്ട്, ഇതിൽ ചേർത്ത മുഴുവൻ ഉദ്ധരണിക്കും പരിഭാഷ ഉണ്ട്. പക്ഷെ ഈ 3 അത്ഭുത സംഭവങ്ങൾ ഒരു സ്വഹാബി വര്യൻ ഇനിയാരും കാണൂല, വേറെ ആരും കണ്ടുമില്ല എന്ന് പറഞ്ഞ അത്ഭുത സംഭവങ്ങൾ 3 വിവരിക്കുന്നതിന് പരിഭാഷല്ല. അപ്പൊ ഇപ്പോഴും കള്ളക്കളി ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ഒരു ജംഇയ്യത്തുൽ ഉലമാ ഈ പുസ്തകം പുറത്തിറക്കിയെടുക്കുന്നത് മനസ്സിലാക്കുക. 3 സംഭവത്തിൽ നിന്ന് ഒന്നാമത് പറഞ്ഞ മൂന്നാമത് സംഭവമാക്കി മാറ്റിയതും അതിനെ ലഘൂകരിച്ചതും അവർക്ക് പറയാൻ പറ്റാത്ത ചില ഭാഗം ഇതിലുണ്ട് എന്നുള്ള നിലക്കാണ്. ആ സംഭവത്തെ ഹദീസിൽ നല്ലോണം പോലുണ്ട്. എന്താ നോക്കി, ഞാനത് വായിക്കാം. حدثنا عبد الله بن نمير قال حدثنا عثمان بن حكيم قال أخبرني عبد الرحمن بن عبد العزيز أن يعلى بن مرة أنه قال യഅ്ല ഇബ്നു മുർറ റളിയല്ലാഹു അൻഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇബ്നു അബീ ശൈബ തന്റെ സനദ് വിവരിക്കുന്നു. ലഖദ് റഅയ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസൻ മാ റആഹാ അഹദുൻ ഖബലി വലാ യറാഹാ അഹദുൻ ബഅദി. 3 സംഭവങ്ങൾ ഞാൻ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കണ്ടിട്ടുണ്ട്. എൻ്റെ മുമ്പ് അത് ആരും കണ്ടിട്ടുമില്ല, വേറൊരാളും എൻ്റെ ശേഷം ഇങ്ങോട്ട് കാണാനും പോണില്ല.
എൻ്റെ ശേഷം കാണാനും പോണില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി വഫാത്തായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഹദീസിൻ്റെ വിവരണം ഈ 3 സംഭവം മൂപ്പര് കണ്ടു. ആ 3 സംഭവം വിവരിച്ചിട്ട് പറയുന്നു, ലഖദ് ഖറജ്തു മഅഹു ഫീ സഫർ, ഒരു യാത്രയിൽ ഞാൻ നബിയോടൊപ്പം പുറപ്പെട്ടു. ഹത്താ ഇദാ കുന്നാ ബി ബഅദി ത്വരീഖ്, വഴിയിലൊരിടത്ത് എത്തിയപ്പോൾ മറർനാ ബിംറഅത്തിൻ ജാലിസത്തിൻ മഅഹാ സ്വബിയുൻ, ഒരു കുട്ടിയുമായിട്ടൊരു പെണ്ണിരിക്കുന്നതിൻ്റെ അരികിലൂടെ ഞങ്ങൾ കടന്നുപോയി. ഖാലത്ത്, ആ പെണ്ണ് എഴുന്നേറ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇബ്നി ഹാദാ ഖദ് അസാബഹു ബഅലാ വഅസാബനാ മിൻഹു ബലാ യുഖദു ഫിൽ യൗം ലാ അദ്രി കം മറ, ഈ കുട്ടിക്ക് പിശാച് ബാധ ഏറ്റിരിക്കും റസൂലേ, എൻ്റെ ഈ കുട്ടിയെ കൊണ്ട് വല്ലാതെ കുടുങ്ങി, വല്ലാത്ത ബല നമുക്ക്. എന്നും ഈ കുട്ടിനെ 1ഉം 2ഉം പ്രാവശ്യമല്ല എത്രയോ പ്രാവശ്യം ജിന്ന് പിടിക്കുന്നു, അങ്ങനെ പിടിക്കപ്പെടുന്നു ഈ കുട്ടിയെ. കാല, നബി പറഞ്ഞു, നവിലീനി, ആ കുട്ടി അങ്ങ് കൊണ്ടാ. ഫറഫഅതുഹു ഇലൈഹി, ഈ പെണ്ണ് കുട്ടിയെ നബിയിലേക്ക് ഉയർത്തി. ഫജഅലഹു ബൈനഹു വബൈന വാസിതത്തി റഹിലി, നബിന്റെ ഒട്ടകത്തിന്റെ കട്ടിലിന്റെയും അടുവിന്റെയും തെന്റെയും ഇടയിൽ ഈ കുട്ടിനെ വെച്ചു. ثم فغرفاه فنفث فيه ثلاثا بسم الله انا عبد الله اخسر عدو الله എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടിന്റെ വായ തുറന്നിട്ട് അതിലേക്ക് ഊതിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ശത്രു, നീ നിന്യമാക്, നീ നിസ്സാരമാക്, നീ എളിമയാക്, നിനക്കൊന്നിനും കഴിയൂല, ഞാൻ അള്ളാന്റെ അടിമയാകുന്നു, ബിസ്മില്ലാ എന്നും പറഞ്ഞ് അള്ളാന്റെ റസൂല് മന്ത്രിച്ചു. ഇത് പ്രാർത്ഥനയല്ല, ഇത് റുഖിയയാണ്. ഈ റുഖിയ പ്രാർത്ഥനയല്ലല്ലോ. ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ശരിക്കുള്ള വാക്കാ, ശൈത്താനെ ഇളക്കുക. ഞാൻ അള്ളാന്റെ അടിമയാകുന്നു, നീ അള്ളാന്റെ ശത്രുവാകുന്നു, നീ നിന്യമാക്, ഞാൻ അള്ളാന്റെ അടിമയാണ്, ബിസ്മില്ലാ, പുറത്തു പോന്ന് അള്ളാന്റെ റസൂലി കുട്ടിനോട് പറയുന്നു. ഹാൽ യഅ്ലബിന് മുറ റാവി പറയുന്നു, സുമ്മനാവൽഹായിയഹു, ഈ കുട്ടിനെ ഈ പെണ്ണിനങ്ങ് കൊടുത്തു. സുമ്മ ഖാല, എന്നിട്ട് നബി പറഞ്ഞു, അൽഖീനാ ബി ഫി റജഅതി ഫി ഹാദിഹിൽ മകാൻ ഫഅഖ്ബിരീനാ ബിമാ ഫഅൽ, ഈ കുട്ടിയെ മടങ്ങി വരുമ്പോൾ ഇവിടെ തന്നെ നിന്നിട്ട് എനിക്ക് കാണിക്കണം. ഞങ്ങൾ ഇതിൽ തന്നെ വരും, ഞങ്ങളുടെ ഇതിൽ വരുമ്പോൾ മടങ്ങി വരുമ്പോൾ ഈ കുട്ടിനെ കാണിക്കണം എന്ന്, കുട്ടിൻ്റെ അവസ്ഥ എന്താണ് എന്ന് അറിയിക്കുമ്പോഴാണെന്ന് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിനെ മന്ത്രിച്ചിട്ട് സുഖായോ ആയില്ലേ എന്നറിയാൻ. ആല റിപ്പോർട്ടർ പറയുന്നു, ഫദഹബ്നാ വറജഅനാ ഫവജദ്നാഹാ ഫീ ദാലികൽ മകാൻ, ഞങ്ങൾ പോരുമ്പോൾ നബി നിർദ്ദേശ മാതിരി തന്നെ ആ പെണ്ണ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഈ കുട്ടീനായിട്ട്. മാഹാ ഷിയാഹു സലാസ്, അപ്പൊ കുട്ടിൻ്റെ അടുത്ത് 3 ആടുണ്ട്. ഇത് പറയാനാ വഹാബിക്ക് മടി, പരിഭാഷ വയ്ക്കുന്ന ഇതിനാ. ഇപ്പൊ വരുമ്പോ ഈ പെണ്ണിന്റെ അടുത്ത് 3 ആടുണ്ട്. ഈ ആടുമായിട്ട് പറഞ്ഞു, ഫഖാൽ മാഫുഇല സ്വബിയുക, ഞാൻ ഇന്നാൾ പോകുമ്പോ ഊതി ആ കുട്ടിന്റെ സ്ഥിതി എന്ത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു. കാലത്ത് ആ പെണ്ണ് പറഞ്ഞു, വല്ലദീ ബഅസക ഫിൽ ഹഖ് മാ അഹ്സസ്നാ മിൻഹു ശൈഅൻ ഹത്താ സ്സാഅ, ഇതുവരെ ആ കുട്ടിക്ക് പിന്നെ ഇളക്കണ്ടായിട്ടില്ല, ശൈത്താൻ ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഫഖ്തരിദ് ഹാദിഹിൽ വനം, ഈ ആടിൻ പറ്റത്തെ തങ്ങൾ നമ്മൾ ഇന്ന് വാങ്ങണം. മന്ത്രിച്ചൂതിന്റെ സമ്മാനം കൊടുക്കുന്ന 3 ആടിന്റെ വർത്താനം ഇവിടെ ഉണ്ട്. ആടിന്റെ വർത്താനാണെങ്കിൽ അവർക്ക് പ്രയാസമല്ല. ആ ആടിന്റെ വർത്താനം പറഞ്ഞ നബി പറഞ്ഞു, ഇൻസിൽ ഫഖുദ് മിൻഹാ വാഹിദ വറുദ്ദിൽ ബഖിയ. കലബിന് മുറത്ത് തന്നെ എന്നോട് വേക്കിലിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇറങ്ങ്, എന്നിട്ട് ആ ആടിന്ന് 1 ആട് വാങ്ങിക്കോ, ബാക്കി അങ്ങ് തിരിച്ചു കൊടുത്തളാ. 3 ആട് മന്ത്രിച്ചതിന് സുഖായിന് തന്ന ഈ ആടിന്റെ 1 ആട് വാങ്ങി ബാക്കി തിരിച്ചു കൊടുത്താളാ. ഇതൊരു സംഭവമാണ്. അപ്പൊ ഈ 1ാമത് പറയുന്ന സംഭവത്തെ തന്നെ കളഞ്ഞു. 2ാമത് പറയുന്ന സംഭവമാണ്, ഞങ്ങൾ വിളിക്കിരിക്കാൻ വേണ്ടി നബി തങ്ങൾ പോയപ്പോ അള്ളാന്റെ റസൂൽ എന്താ കാണുന്നതെന്ന് ചോദിച്ചു. ഞാനിത് വായിച്ച അർത്ഥം പറയാൻ ഞാൻ മോശമല്ലേ, ഞാനും കളഞ്ഞു എന്ന് പറയും, അതുകൊണ്ട് ഞാൻ വായിച്ചേക്കാം. നോക്കണോ, ഇതൊന്ന് പോയി നോക്കാം, എനിക്ക് മറക്ക് എന്തെങ്കിലും ഒന്നുണ്ടോ, മറക്കിരിക്കാൻ വേണ്ടി മറക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ. ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ അറാ ശൈഅൻ യുവാരിക ഇല്ലാ ഷജറ മാ അറാഹാ തുവാരിക, തങ്ങൾക്ക് മറയാകുമെന്ന് ഞാൻ തോന്നുന്നില്ല, അങ്ങനത്തെ ഒരു മരമുണ്ട്, വേറെ ഒന്നുമില്ല, അത് തങ്ങൾക്ക് മറയാവൂല്ല, അങ്ങനത്തെ ഒരു മരമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ ബി ഖുർബിഹാ ശൈ, അതിന്റെ അടുത്തൊന്നുമില്ലേ,
ഖുൽതു ശജറത്തുൻ ഖൽഫഹാ വഹിയ മിസ്ലുഹാ ഔ ഖരീബു മിൻഹാ. ഒരു മരം കൂടിയുണ്ട്, അതുപോലെ തന്നെ, അതും തങ്ങൾക്ക് മറയാകാൻ പറ്റില്ല, രണ്ട് മറ. അപ്പോൾ റസൂൽ പറഞ്ഞു, ഖാല ഇദ്ഹബ് ഇലൈഹിമാ, ഈ രണ്ട് വൃക്ഷത്തിങ്കലേക്ക് ചെല്ല്, ഫഖുൽ ലഹുമാ, എന്നിട്ട് ആ രണ്ട് വൃക്ഷത്തോട് പറ, ഇന്ന റസൂലല്ലാഹി യഉമുറുകുമാ അൻ തജ്തമിഅ ബിഇദ്നില്ലാഹ്, അള്ളാന്റെ ദൂതർ കൽപ്പിക്കുന്നു, വൃക്ഷങ്ങളെ നിങ്ങൾ രണ്ടാളും കൂടി ഒന്നാകണം. രണ്ട് വൃക്ഷങ്ങൾ അടുത്തടുത്തുള്ളത് നോക്കിയിട്ട് രണ്ടും കൂടി ഒന്നാകണമെന്ന് നബി അള്ളാന്റെ റസൂല് കൽപ്പിക്കുന്നു എന്ന് പറ. ആല യഅ്ല മുർറ പറയുന്നു, ഫജ്തമഅതാ, ഈ രണ്ട് വൃക്ഷങ്ങളും ഒത്തുകൂടി, ഫബറസ ലിഹാജതിഹി, അങ്ങനെ ഇതിനെ മറിയാക്കി നബി തങ്ങൾ വിളിക്കിയിരുന്നു. തുമ്മ റജഅ, പിന്നെ നബി മടങ്ങി. ഫഖാല, എന്നിട്ട് നബി പറഞ്ഞു, ഇദ്ഹബ് ഇലൈഹിമാ ഫഖുൽ ലഹുമാ ഇന്ന റസൂലല്ലാഹ് യഉമുറുകുമാ അൻ തർജിഅ കുല്ലു വാഹിദത്തിൻ മിൻകുമാ ഇലാ മകാനിഹാ. അള്ളാന്റെ റസൂല് പറയുന്നു, നിങ്ങൾ രണ്ടാളും നിങ്ങൾ എവിടെയാ നിന്നിരുന്ന് വെച്ചാൽ അവിടേക്ക് തന്നെ പോകണം വൃക്ഷങ്ങളേന്ന് അള്ളാന്റെ റസൂല് കൽപ്പിക്കുന്നു എന്ന് പോയി പറ. ഇതെന്താ അള്ളാന്റെ റസൂലാണ് പറഞ്ഞൂടെ വൃക്ഷത്തോട്? നബി വെളുക്കിരുന്നിട്ട് അതിനോട് പറയാ, യഅ്ല മുർറത്തിന്റെ അടുത്ത് വന്നിട്ട് നീ പോയി പറ, അള്ളാന്റെ റസൂല് പറഞ്ഞു നിങ്ങൾ വന്നിടത്തേക്ക് തന്നെ പോകണം, നിങ്ങൾ നിന്നിടത്ത് തന്നെ പോയി നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും പോയി. രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തെ സംഭവം, വകുന്തു ജാലിസം മാഹു ദാത യൗമിൻ ഇദ് ജാഅഹു ജമലുൻ യുഖബ്ബിബു ഹത്താ സവബ ബിജിറാനിഹി ബൈന യദൈഹി ثم ضرفت عينا فقال انظر ويحك لمن هذه الجمل ان له لشانا فخرجت التمس صاحبه. ഒരൊട്ടകം വന്ന് നബിയോട് കണ്ണീരൊഴുക്കിക്കൊണ്ട് കരഞ്ഞ് കഴുത്ത് വന്ന് നബിയുടെ മുന്നിൽ വിനയപുരസ്സരം വെച്ച് എന്നിട്ട് കരഞ്ഞിട്ടെന്തോ പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, ഇതൊരു കാര്യമുണ്ട് പറയാന്, അതുകൊണ്ട് ഇതിൻ്റെ ഉടമക്കാരനെ കിട്ടണം, നീ ഒന്ന് പോയി നോക്ക്. ഞാൻ പോയി നോക്കി ഉടമക്കാരനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മാശവനു ജമലിക ഹാദാ, നിങ്ങൾ ഈ ഒട്ടകത്തിൻ്റെ നില എന്താ? കാല ഒമാശവനു, എന്താ നില? കാലലാ അതിരി വല്ലാഹി മാശവനു, എനിക്കറിഞ്ഞൂടെ എന്താണ് എൻ്റെ നില എന്ന്. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്, ഞങ്ങളതിനെ പണിയെടുപ്പിച്ചിരുന്നു. അമിൽനാ അലൈഹി വനദഹ്നാ അലൈഹി ഹത്താ അജ്സാ അൻ സിഖായ, പണിയെടുപ്പിച്ചിരുന്നു, വെള്ളം തേകിയിരുന്നു, പല പണിക്കും ഉപയോഗിച്ചിരുന്നു, കൃഷി നനക്കാൻ ഉപയോഗിച്ചിരുന്നു. പ്രായം ചെന്നപ്പോൾ വെയ്യാതായപ്പോൾ ഫൗതമർനൽ ബാരിഹത അന്നൻഹറഹു വനഖ്സിമ ലഹ്മഹു, ഇതിനെ അറുക്കാൻ ഞങ്ങൾ ഇന്നലെ കൂടി തീരുമാനിച്ചു. അറുത്തിട്ട് അതിൻ്റെ ഇറച്ചി ഓരച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതല്ലാതെ ഒരു പുതിയ അവസ്ഥ ഒന്നും ഈ ഒട്ടകത്തിനില്ല. പാല. അപ്പൊ നബി പറഞ്ഞു, ഫലാ തഫ്അൽ, അങ്ങനെ ചെയ്യരുത്. ഹബുഹുലി, ഈ ഒട്ടകം എനിക്ക് ഓശാരം കൊണ്ടാ, ഔ ബിഅനിഹി, അല്ലെങ്കിൽ വിൽക്ക്, രണ്ടാരൊന്ന് ചെയ്യാം. അപ്പൊ ഇയാൾ പറഞ്ഞു, ബൽഹു വലക യാ റസൂലല്ലാഹ്, ആയിക്കോട്ടെ റസൂലേ, അത് തന്നേക്കാ. അപ്പൊ നബി ഫവസമഹു ബിസിമത്തി സ്വദഖ തുമ്മ ബഅസ ബിഹി, നബി അതിനെ മുസ്ലിമീങ്ങളുടെ പൊതുദാനമായിട്ടുള്ള സദഖയുടെ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ട് സീല് വെച്ച് നബി അതിനെ വിട്ടു. ഇത് മുസന്നഫിൽ പറഞ്ഞ സംഭവം പരിഭാഷപ്പെടുത്താതെയാണ് ചേർക്കുന്നത്. ഇരിക്കട്ടെ, ഒരു കുട്ടിയുടെ ഉള്ളിലേക്ക് വായയിലേക്ക് ഊതിയിട്ട് പുറത്തിറങ്ങി പിശാച്ച്, അള്ളാന്റെ ശത്രു, ഞാൻ അള്ളാന്റെ അടിയാനാണ് എന്ന് പറഞ്ഞ് പിശാച്ചിനെ ശരീരത്തിൽ നിന്ന് മന്ത്രിച്ചിറക്കിയ നബിയുടെ സംഭവം, അതിന് 3 ആടുകൾ സമ്മാനം കൊടുത്തപ്പോൾ 1 വാങ്ങി ബാക്കി 2 അവൾക്ക് തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ച മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടപടി. ഇത് മറച്ചു വെച്ചുകൊണ്ടും ഇത് വെളിപ്പെടുമെന്ന് കരുതി പരിഭാഷപ്പെടുത്താതെയും ഉദ്ധരിച്ച ശേഷം പറയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്ത സംഭവം പറഞ്ഞിട്ട് ഈ സംഭവത്തെ ഇത് അടിച്ചിറക്കുന്ന ചികിത്സക്കായിട്ട് പറയരുത്. ഇതിലടിച്ചു നബി എന്നാ ഒരു പരിഭാഷപ്പെടുത്തിയത്. അടിച്ചെങ്കിൽ തന്നെ അത് നബിയുടെ മോചിതത്താണ്. വേറെ ആരും അടിക്കാൻ ഇതിൽ തെളിവില്ല, ആരും ഒട്ട് അടിച്ചിട്ടില്ല. ആധുനിക പണ്ഡിതനും മുഹദ്ദിസുമായ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയും അതിനെ പറയണേ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉദ്ധരിക്കാന്നും പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇനി നോക്കട്ടെ, നബി മാത്രം ചെയ്തതും നബിക്ക് മാത്രം ചെയ്യാവുന്നതും ഇനി ആർക്കും ചെയ്യാൻ പറ്റാത്തതുമാണ് പിശാചിനെ ശരീരത്തിൽ നിന്ന്, ബാധയേറ്റവന്റെ ശരീരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പണ്ഡിത സദസ്സ് യോഗം കൂടി തീരുമാനിച്ചിട്ടുള്ള ഈ കൂട്ടർ നബി നടത്തിയ ഈ ചികിത്സയുടെ രീതി അതേപോലെ ചികിത്സിച്ച തങ്ങളുടെ ആശയ സ്രോതസ്സായ, തങ്ങൾ എപ്പോഴും ഉദ്ധരിക്കുന്ന തങ്ങളുടെ വഹാബിസത്തിന്റെ ആശയ സ്രോതസ് ഇബ്നു തീമിയ എന്ന് പറയുന്ന ആളെയും അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം എന്ന് പറഞ്ഞ ആളെയും എന്തു പറയുന്നു?
അവരെ കുറിച്ച് സക്കരിയ സ്വലാഹിം മിണ്ടണില്ല, ഔദ്യോഗിക വിഭാഗം മുജാഹിദും മിണ്ടണില്ല. അതല്ല രസം. വല്ലാത്തൊരു മൗനം, അർത്ഥഗർഭമായ മൗനം. ഇത് സാധാരണ പറയാറുള്ളൂ, അർത്ഥഗർഭമായ മൗനം. ഇബ്നുൽ ഖയ്യിമിനെ സക്കരിയ സ്വലാഹി ഉദ്ധരിക്കുന്നില്ല. അതല്ല രസം. അടിച്ച് ചികിത്സിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടരവരിലുണ്ട്, ഇദ്ദേഹത്തെ ഉദ്ധരിക്കുന്നില്ല. എന്തു പറ്റിപ്പോയി സക്കരിയ സ്വലാഹിക്ക് ഉദ്ധരിക്കാനുള്ള തടസ്സം? സക്കരിയ സ്വലാഹി പുറത്താക്കിയ ഔദ്യോഗിക വിഭാഗം മുജാഹിദ് ഈ പുസ്തകം ഇറക്കുമ്പോൾ നബിയുടെ മാത്രം മുഅ്ജിസത്താണിത്, വേറെ ആർക്കും പാടില്ല എന്ന് പറയുമ്പോൾ, ഈ ചികിത്സ ഇനി മേലിൽ ആവർത്തിക്കരുത് എന്ന് നിർദ്ദേശം നൽകുമ്പോൾ, അങ്ങനൊന്ന് കൽപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, ഇത്തരം ഒരു ചികിത്സ അത്തിബുൻ നബവി, നബവി ചികിത്സ, നബിതങ്ങൾ നടത്തിയ ചികിത്സ, പകർത്തേണ്ട ചികിത്സ, നമ്മൾ അനുകരിക്കേണ്ട ചികിത്സ എന്ന പേരിൽ നബിയുടെ ചികിത്സയുടെ മുറകൾ പഠിപ്പിക്കുന്ന കിതാബിൽ ഇബ്നുൽ ഖയ്യിം വിശദീകരിക്കുന്ന അല്പം ഭാഗം ഞാൻ പറയാം. എന്നിട്ട് സുന്നികൾ പറയുന്നതൊക്കെ മനസ്സിലാക്കിയാൽ മതി. സുന്നികൾ ഈ വിഷയത്തിൽ പറയുന്നത് ഇബ്നു തീമിയ പറയുന്നത് തന്നെ, ഇബ്നുൽ ഖയ്യിം പറയുന്നത് തന്നെ. ഞങ്ങളെ പറയുന്നത് അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ആചാര്യൻ ഇബ്നുൽ ഖയ്യിം ചെയ്തത് എന്താണ്, ഇബ്നു തീമിയ ചെയ്തത് എന്താണ് എന്ന് ഈ വിഷയത്തിൽ പറഞ്ഞാൽ സുന്നി ആശയത്തിന്റെ വിഷയം പിന്നെ ചിന്തിക്കുക. ഇത് തന്നെ സുന്നി ആശയം. എന്താ ഇബ്നുൽ ഖയ്യിം പറയുന്നത്? അദ്ദേഹം വിവരിക്കുന്നു, ഫസ്ലുൻ ഫീ ഹദീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഇലാജി സുർഇ. ബാധയേറ്റ പിരാന്ത് ബാധിച്ചവനെ ചികിത്സിക്കുന്നതിലുള്ള നബിയുടെ ചര്യ. നബി ചര്യ എന്നും പറഞ്ഞ് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ് വിവരിക്കുകയാണ്. അഖ്റജാ ഫി സ്വഹീഹൈനി മിൻ ഹദീസി അതാ ഇബ്നു അബി റബാഹിൻ ഖാൽ ഖാല ഇബ്നു അബ്ബാസ് അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന ഖുൽതു ബലാ. ഒരു സ്വർഗ്ഗസ്ഥയായ പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെയോ എന്ന് ഇബ്നു അബ്ബാസ് എന്നവർ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ. അതാ ഇബ്നു അബി റബാഹ് പറയുന്നു അതെ. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹാദിഹിൽ മർഅതു സൗദാ, അതാ കാണുന്നു, ഈ കാണുന്ന കറുത്ത പെണ്ണ്, ഇവൾ സ്വർഗ്ഗക്കാരിയാണ്. അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൾ അല്ലാഹുവിന്റെ അടുത്ത് വന്നു. ഫഖാലത്ത്, അവർ പറഞ്ഞു, ഇന്നി ഉസ്റഉ, എനിക്കിടക്കിടക്ക് ജിന്ന് ബാധ, വഇന്നി അതകശഫു, എൻ്റെ വസ്ത്രങ്ങൾ അഴിഞ്ഞു പോയി, എൻ്റെ നഗ്നത കാണുന്നു. ഫദുഉല്ലാഹ ലി, അതുകൊണ്ട് നീ നീങ്ങാൻ ദുആർക്കണം. ഫഖാല, നബി പറഞ്ഞു, ഇൻശിഅതി സ്വബർതി വലക്കൽ ജന്ന, നീ ക്ഷമിക്കുകയാണെങ്കിൽ, ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ ക്ഷമിച്ചോ, നിനക്ക് സ്വർഗമുണ്ട്. വഇൻശിഅതി ദഅഉതുല്ലാഹ ലക്കി അൻ യുആഫിയകി, നിന്നെ സുഖപ്പെടുത്താൻ വേണമെങ്കിൽ അല്ലാഹുവോട് ദുആർക്ക, എന്തു വേണം? ഫഖാലത്ത്, പെണ്ണ് പറഞ്ഞു, അസ്ബിറു, ഞാൻ ക്ഷമിച്ചോളാം. കാലത്ത്, അപ്പൊ പെണ്ണ് പറഞ്ഞു, ഫഇന്നി അതകശഫു, പക്ഷേ എൻ്റെ നഗ്നത വെളിപ്പെടുണ്ടല്ലോ റസൂലുള്ളാഹ്, ഫദഉല്ലാഹ അല്ലാ തകശഫ, വീഴുമ്പോൾ നഗ്നത വെളിപ്പെടുത്താൻ തങ്ങളൊന്ന് ദുആർക്കണം. ഫദഅലഹ, നബി ഇതിന് ദുആയിരുന്നു. ഇത് ഇമാം ബുഖാരി തൻ്റെ അൽ മർവാ, രോഗികളെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ തൻ്റെ സ്വഹീഹിൽ നിവേദനം ചെയ്ത ഹദീസാണ്. നമ്മൾ കഴിഞ്ഞ റബീഉൽ അവ്വലിന്റെ പ്രസംഗങ്ങളിലൊക്കെ ഇത് ഉണർത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ അത്ഭുതം പറയുമ്പോൾ പറയാറുമുണ്ട്. സ്വഹാബി വനിതകൾ നബി എന്തിനൊക്കെ സമീപിക്കാറുണ്ട് എന്ന് വിവരിക്കാനും ഈ ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. അപ്പോഴൊക്കെ ആ വിഷയത്തിൽ മൗനം പാലിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന വഹാബികൾ ഈ ഹദീസ് ആരുദ്ധരിക്കുന്നു, എന്തിനുദ്ധരിക്കുന്നു എന്ന് ചിന്തിക്കുക. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഖുൽതു അൽ ഹാഫിദ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന് വഹാബികൾ കൂട്ടിച്ചേർക്കാതെ പറയാത്ത ഇബ്നുൽ ഖയ്യിം എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നു, ഖുൽതു, ഞാൻ പറയട്ടെ, അസ്വറുഉ സുർആനി, ഇങ്ങനെയുള്ള വീഴുന്ന രോഗം രണ്ടു തരമുണ്ട്. സ്വറുഉം മിനൽ അർവാഹിൽ ഖബീസത്തിൽ അർളിയ, ഭൂമിയിലെ ദുഷിച്ച പിശാചുക്കളാകുന്ന ആത്മാക്കളാൽ ഉണ്ടായിത്തീരുന്ന വീഴ്ച. വസ്വറുഉം മിനൽ അഖ്ലാഖിർ റദിഅ, വിത്തവാദ കഫാദികൾ ദുഷിച്ചിട്ടുണ്ടാകുന്ന വീഴ്ച. അങ്ങനെ രണ്ടു തരം വീഴ്ച. വസാനി, ഈ പിത്തങ്ങളും വാദങ്ങളൊക്കെ ദുഷിച്ചിട്ടുണ്ടാകുന്ന വീഴ്ച. ഹുവല്ലദീ യതകല്ലമു ഫീഹിൽ അത്തിബ്ബാഉ ഫീ സബബിഹി വഇലാജിഹി, അതിൻ്റെ കാരണവും ചികിത്സയുമാണ് വൈദ്യന്മാർ പറയാറുള്ളത്, ഡോക്ടർമാർ പറയാറുള്ളത്. വഅമ്മാ സ്വറുഉൽ അർവാഹ്, ജിന്ന് പിശാചുക്കൾ ബാധിച്ചിട്ടുള്ള വീഴ്ച. ഫഅഇമ്മത്തുഹും വഉഖലാഉഹും യഅ്തരിഫൂന ബിഹി, വൈദ്യന്മാരിലെ ഡോക്ടർമാരിലെ ബുദ്ധിജീവികളും ഇമാമുകളും സമ്മതിക്കുന്നു. വലാ യദ്ഫഊനഹു, അവരത് തള്ളുന്നില്ല.
വയതരിഫൂന അവർ സമ്മതിക്കുന്നു ബി അന്ന ഇലാജഹു അതിനെ ചികിത്സിക്കേണ്ടത് ബി മുഖാബലത്തിൽ അർവാഹി ശരീഫത്തിൽ ഖയ്യറത്തിൽ ഉൽവിയ ലിതിൽകൽ അർവാഹി ശരീരത്തിൽ ഖബീസ ഈ ദുഷ്ടാത്മാക്കളോട് വിരുദ്ധമായ ഉന്നതാത്മാക്കളുടെയും മഹാത്മാക്കളുടെയും അർവാഹുമായി ബന്ധപ്പെട്ട് മഹാത്മാക്കളെ ഇടപെടുത്തിക്കൊണ്ടാണ് ഈ ദുഷ്ടാത്മാക്കളെ പുറത്തു കളയേണ്ടതും ഈ ബാധ ഒഴിപ്പിക്കേണ്ടതും എന്ന്. ഈ നല്ല ആത്മാക്കൾ ചെല്ലുകയും അവ ഈ ദുഷ്ടാത്മാക്കളെ പുറത്താക്കുകയും എതിർത്ത് തോൽപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. ഹിപ്പോക്രാറ്റ് പോലും ഇതിനെ വിവരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചില കിതാബിൽ. എന്നിട്ട് ഇങ്ങനെ ബാധ ഏൽക്കുന്നതിന്റെ ചികിത്സ പറയുന്നു. ഇത്രയും വിശദീകരിച്ച ശേഷം ഇവർ പറയുന്നു വൈദ്യന്മാരുടെ ഈ ചികിത്സ ഹിപ്പോക്രാറ്റ് പറഞ്ഞ ബാധയേറ്റവർക്കുള്ള ചികിത്സ, ഇടയ്ക്ക് വീഴുന്ന അപസ്മാര രോഗത്തിന്റെ ചികിത്സ, പിത്തവാത കഫാദികൾ ദുഷിച്ചിട്ടോ മൂത്രമോ രക്തമോ തലച്ചോറി കയറിയിട്ടോ ഉള്ള രോഗമാണെങ്കിൽ ശരിയാകും, ഫലപ്പെടും. പിശാച്ചുകളാദി ദുഷ്ടാത്മാക്കളിൽ നിന്ന് വരുന്ന വീഴ്ചയാണെങ്കിലോ ഈ ചികിത്സ ഫലപ്പെടൂല. താണ വൈദ്യന്മാർ, വിവരദോഷികളായ വൈദ്യന്മാർ, ഡോക്ടർമാർ, മതനിഷേധം മികവായി എണ്ണുന്ന നിഷേധികൾ ആത്മാക്കളുടെ ഈ ബാധയെ നിഷേധിക്കുന്നു. അവർ സമ്മതിക്കൂല ബാധയേറ്റവന്റെ ശരീരത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തും എന്നത് അവർ സമ്മതിക്കൂല. വിവരക്കേട് മാത്രമാണ് അവർക്ക് ഒപ്പമുള്ളത്. ഇത്തരം ദുഷ്ടാത്മാക്കളെ ചികിത്സിക്കുമെന്നതും അവർ രോഗമുണ്ടാക്കുമെന്നതും ശരിക്കുള്ള വൈദ്യശാസ്ത്രത്തിൽ നിഷേധിക്കപ്പെടേണ്ട പരമാർത്ഥമല്ല, അത് ശരിക്കും ന്യായമുള്ളതാണ് എന്ന് വിവരിച്ചിട്ട് അദ്ദേഹം വിവരിക്കുന്നു. രണ്ടു തരത്തിലാണ് ഈ തരത്തിലുള്ള പിശാചുബാധ ഭൂതബാധ ചികിത്സിക്കുക. അംദിൻ ജിഹത്തിൽ മസ്റൂഇ, ഒന്ന് ബാധ ഏറ്റവന്റെ വഴിക്ക് വരണം. അംദിൻ ജിഹത്തിൽ മുആലിജി, മറ്റൊന്ന് ചികിത്സകന്റെ വഴിക്ക്. രണ്ടു ചികിത്സ ഇബ്നുൽ ഖയ്യിം പഠിപ്പിക്കുക. ഒന്ന് ബാധയേറ്റവൻ എങ്ങനെ ചികിത്സിക്കും? മനസ്സ് നന്നാക്കി വലുപ്പം വെച്ച് അതിനോട് എതിരിടാൻ പറ്റുന്ന വിധം തൻ്റെ മനഃശക്തി ഉഷാറാക്കി റെഡിയാക്കിയിട്ട് ഇതിനെതിരെ പ്രതികരിക്കുക, ഒരു ചികിത്സ. രണ്ടാമത്തെ ചികിത്സ ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടത് ഇതിനപ്പുറമുള്ള ചികിത്സകന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു. വസാനി മിൻ ജിഹത്തിൽ മുആലിജി ബിഅൻ യകൂന ഫീഹി ഹാദാനിൽ അംറാനി അയ്ളൻ ഹത്താ ഇന്നൽ മിനൽ മുആലിജീന മൻ യക്തഫി ബിഖൗലിഹി. ചികിത്സകരിൽ നിന്ന് ആത്മാവിന്റെ ഉന്നത ആത്മീയ ശക്തി ഇറക്കിയിട്ട് ആ ഉന്നതാത്മീയ ശക്തി കൊണ്ട് അയാൾ പറയാം, ഉഖ്റുജ് മിൻഹു, ഈ ബാധയേറ്റവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു പോ. ഔ യഖൂലു ബിസ്മില്ലാ, അള്ളാന്റെ നാമം കൊണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ പുറത്തു പോവും. ഔ യഖൂലു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, പടച്ചോനല്ലാതെ ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞാലും പുറത്തു പോകും. വന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഉഖ്റുജ് അദുവല്ലാഹ് അന റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതരാണ്, നീ അള്ളാഹുവിൻ്റെ ശത്രുവാണ്, പുറത്തു പോടോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് പിശാചനെ ഇളക്കാറുണ്ട്. ഇത് ബുഖാരി ഇമാം അഹ്മദ് നിവേദനം ചെയ്ത ഹദീസും മറ്റും ഉദ്ധരിച്ചുകൊണ്ട് ഇതിനെ സമർത്ഥിക്കുന്നു. ശേഷം പറയുന്നു, വശാഹത്തു ശൈഖനാ, നമ്മളെ ഗുരു ഇബ്നു തീമിയ, ഇബ്നുൽ ഖയ്യിം പറയാ, നമ്മുടെ ഗുരു ഇബ്നു തീമിയയെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിൽ കണ്ടിട്ടുണ്ട്. യുർസിലു, അദ്ദേഹം അയക്കും, ഇലൽ മസ്റൂഇ, ദുഷ്ടാത്മാക്കളും പിശാചിന്റെ ആത്മാക്കളും രോഗം വരുത്തിയ രോഗിയിലേക്ക്. മൻ യുഖാതിബു റൂഹല്ലതി ഫീഹി, അയാളിൽ കാറിക്കൂടിയ ദുഷ്ടാത്മാവിനോട് സംബോധന ചെയ്യുന്ന ആളെ പറഞ്ഞേക്കും. വയഖൂലു, അയാളോട് നിർദ്ദേശിക്കും, ഖാല ലഹു ശൈഖ്, ഖാല ലക ശൈഖ് ഉഖ്റുജി ഫഇന്ന ഹാദാ ലാ യഹില്ലു ലകി, ഇത് നിനക്ക് ഹലാലല്ല, ഒരു വിശ്വാസിയുടെ മേത്ത് കയറല്, അതുകൊണ്ട് പുറത്തു പോയെന്ന് എൻ്റെ ഗുരു പറഞ്ഞിരിക്കുന്നു എന്ന് പോയി പറഞ്ഞാൽ മതി.
ആര്? ഇബ്നു തൈമിയ പറയാ, എൻ്റെ ഗുരു പറഞ്ഞിരിക്കുന്നു പുറത്തു പോ, ഇത് അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരാൾ ചെന്ന് പറഞ്ഞാൽ ഫയുഫീഖുൽ മസ്റൂഉ, ബാധയേറ്റവൻ കാണാ പിശാച് പോയിട്ട് തെളിയണ്. വറുബ്ബമാ ഖാതബഹാ ബിനഫ്സിഹി, ചിലപ്പോൾ സ്വന്തം നേരിട്ടു തന്നെ എൻ്റെ ഗുരു അഭിസംബോധന ചെയ്യും. വറുബ്ബമാ കാനത്തിർ റൂഹു മാരിദതൻ, ചിലപ്പോൾ വഴങ്ങാതെ പോകൂലെന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് ഈ ദുഷ്ടാത്മാക്കളും പിശാചും ശരീരത്തിൽ ഊക്കുകാട്ടും. ഫയുഖ്രിജുഹാ ബിൽളർബി, അടിച്ചുകൊണ്ട് അപ്പോൾ എൻ്റെ ഷെയ്ഖ് അയാളെ പുറത്താക്കും. പിശാച് ബാധിച്ചവന്റെ ശരീരത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് പുറത്താക്കും എൻ്റെ ഗുരു ഇബ്നു തൈമിയ. ഫയുഫീഖുൽ മസ്റൂഉ, എന്നിട്ട് ഈ ബാധ ഏറ്റയാൾ തെളിയും. വലാ യുഹിസ്സു ബി അലം, അടിച്ച വേദനയെ അയാൾ അറിയുകയുമില്ല. ഇത് ഞാൻ നേരിൽ അനുഭവിച്ചതാണ്. വഖദ് ഷാഹദ്നാ, ഞങ്ങൾ ശിഷ്യന്മാർ കണ്ടിട്ടുണ്ട്. നഹ്നു, ഞങ്ങളൊക്കെയും, വഗൈറുന, ഞങ്ങളല്ലാത്തവരും, മിൻഹു, ഗുരുവര്യരിൽ നിന്ന്, ദാലിക, ഇങ്ങനെ ഇറക്കുന്നത്, മിറാറാ, പലതവണ കണ്ടിട്ടുണ്ട്. വകാന യസീ കസീറൻ മാ യഖറഉ ഫീ ഉദ്നിൽ മസ്റൂഅ്, ചിലപ്പോൾ പിശാച് ബാധയേറ്റവന്റെ കാതിൽ ഞങ്ങൾ ഗുരുവര്യൻ ഓതും, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അൽ മൂമിനൂന സൂറത്തിൽ 115 ഓതും. എന്താ സാരം? നിങ്ങളൊന്നും വെറുതെ പഠിച്ചതല്ല, നിങ്ങളും നമ്മളടുത്തേക്ക് മടങ്ങും എന്ന് പറയുന്ന ആയത്ത് ഓതിയിട്ട് ചിലപ്പോൾ പിശാചിറക്കും. എന്നിട്ടൊരു സംഭവം അദ്ദേഹം ഉദ്ധരിക്കുന്നു. വഹദ്ദസനി അന്നഹു ഖറഅഹാ മർറതൻ ഫീ ഉദ്നിൽ മസ്റൂഅ്, എൻ്റെ ഗുരു നേരിട്ട് ഇബ്നു തൈമിയ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നഹു ഖറഅഹാ, ഈ ആയത്തൊരിക്കൽ അദ്ദേഹം ഓതിയത്രേ, മർറതൻ, ഒരു വട്ടം, ഫീ ഉദ്നിൽ മസ്റൂഅ്, പിശാച് ബാധയേറ്റവന്റെ കാതിൽ ഊതി പറഞ്ഞു. ഫഖാലത്തിർ റൂഹു, അപ്പ ഇതിൻ്റെ ഉള്ളിലുള്ള ദുഷ്ടാത്മാവ് പറഞ്ഞു, നാം, നിങ്ങൾ വിചാരിക്കുന്നത് വെറുതെ പഠിച്ചതാണോ, മടങ്ങി നമ്മളത്തേക്ക് വരൂലാന്നാണോ എന്നാണ് ആയത്തിൻ്റെ സാരം. നാം, അങ്ങനെ വിചാരിക്കണ്. എന്താ പോവൂലാം? ഈ പിശാച് പറഞ്ഞു. വമദ്ദബിഹാ സൗതഹു, നാം എന്ന് പറഞ്ഞു. നാം എന്നല്ല, നാം, പോവൂലോ എന്ന് പറഞ്ഞു. കാല, ഗുരു പറയുന്നു, ഫഅഖൽതു ലഹു അസൻ, അപ്പൊ ഞാനൊരു വടി അങ്ങെടുത്തു. വളറബതുഹു ബിഹാ, ആ വടി കൊണ്ട് ഈ പിശാചിനെ രോഗിയെ അടിച്ചു. ആരാ പറയുന്നത്? ഇബ്നു തൈമിയ. ഔദ്യോഗിക വിഭാഗം മുജാഹിദിന്റെ നേതാക്കളും അവരുടെ ജംഇയ്യത്തുൽ ഉലമായുടെ, കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഐക്യകണ്ഠേന പുറത്തിറക്കിയ പുസ്തകക്കാരും വൃദ്ധ മുസ്ലിംമാരും മൗലവിമാരും ആലോചിക്കണം. ഇബ്നു തൈമിയ പറയുന്നു, ഞാൻ അവനെ അടിച്ചു. വളറബതുഹു ബിഹാ, ഈ വടി കൊണ്ടടിച്ചു. ഫീ ഉറൂഖി ഉനുഖിഹി, ഇവന്റെ കഴുത്തിലെ ഞരമ്പുകളിൽ ആഞ്ഞു തച്ചു. ഹത്താ കല്ലത്ത് യദായ മിനൽ ലർബി, അടിച്ചിട്ട് രണ്ട് കയ്യും കുഴഞ്ഞു പോയി. എൻ്റെ രണ്ട് കയ്യും കുഴയോളം അടിച്ചു. അടിച്ചിട്ടോ വലം യശുക്കൽ ഹാദിറൂന അന്നഹു യമൂതു ലിദാലിക്കൽ ലർബി, ഈ അടി കണ്ടു നിന്നവരൊക്കെ പറഞ്ഞു, ഈ രോഗി മരിച്ചുട്ടോ, ഈ രോഗി മരിച്ചുട്ടോ എന്ന് എല്ലാവരും പറഞ്ഞു. ഒരു കുട്ടിക്കും സംശയമല്ല. ഫഫീ അസിനായിൽ ലർബി, പക്ഷേ ആ അടിക്കിടയിൽ കാലത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ദുഷ്ടാത്മാവ് പറഞ്ഞു, അന ഉഹിബ്ബുഹു, ഇയാളോട് എനിക്ക് ഇഷ്ടാണ് എന്ന് പറഞ്ഞു. ഈ രോഗിന്റെ മേത്ത് ഞാൻ കയറിക്കൂടാൻ കാരണം ഇയാളോട് എനിക്ക് ഇഷ്ടാണ് എന്ന് കുറേ അടി കൊണ്ടപ്പോ ഈ പിശാച് പറഞ്ഞു. ഫഖുൽതു ലഹാ, അപ്പൊ ഞാൻ പിശാചിനോട് പറഞ്ഞു, ഹുവ ലാ യുഹിബ്ബുക്കി, നിനക്ക് ഇഷ്ടായിട്ട് വലല്ലോ, ഈ രോഗി അന്നെ ഇഷ്ടപ്പെടുന്നില്ല, പോ എന്ന് ഞാൻ പറഞ്ഞു. കാലത്ത് പറഞ്ഞു, അന ഉരീദു അൻ അഹുജ്ജ ബിഹി, ഞാൻ ഇവനെ ഹജ്ജിന് കൊണ്ടേക്കോളേ, ഞാൻ അവനെ ഹജ്ജിന് കൊണ്ടേക്കോളേ എന്ന് പറഞ്ഞു. ഫഖുൽതു ലഹാ ഹുവ ലാ യുരീദു അൻ യഹുജ്ജ മാക്കി, നിന്റെ കൂടെ ഹജ്ജിന് വരാൻ ഇയാൾ ഉദ്ദേശിക്കുന്നില്ല, പോന്ന് പറഞ്ഞു. ഫഖാലത്ത്, അപ്പൊ ഈ ദുഷ്ടാത്മാവ് പിശാച് പറഞ്ഞു, അന അദഉഹു കറാമത്തല്ലക, എന്നാൽ നിങ്ങളെ മാനിച്ച് ഞാൻ പോയിക്കോളാം. ഓക്കെ, നിങ്ങളെ മാനിച്ച് ഞാൻ പോയിക്കോളാന്ന് ഇബ്നു തൈമിയയോട് പിശാച് പറഞ്ഞു. കാല, അദ്ദേഹം പറയുന്നു, അന്നേരം ഞാൻ ചതിയിൽപ്പെട്ടില്ല. എന്താ, നിങ്ങളെ മാനിച്ചുകൊണ്ട് പോയിക്കോളാന്ന് പറഞ്ഞാല് ഞാനൊരു വലിയ ആളാണ് തോന്നിയിട്ടെങ്ങാനും ഞാൻ അവനോട് ആയിക്കോട്ടെന്നാല് എന്ന് പറഞ്ഞാൽ ആ കിബിറ് മുതലെടുത്തിട്ട് പിശാച് എന്നെ കീഴടക്കൂന്ന് എനിക്കറിയാം. അന്നേരം ഞാൻ പറഞ്ഞു, ലാ,
എന്നെ മാനിച്ചിട്ട് പോണ്ട, വലാക്കിൻ ത്വാഅത്തൻ ലില്ലാഹി വ റസൂലിഹി, അള്ളാഹ്ക്കും റസൂലിനും വഴിപ്പെട്ടിട്ട് പോണം, അള്ളാഹ്ക്കും റസൂലിനും വഴിപ്പെട്ടിട്ട് പോണമെന്ന് പറഞ്ഞു. കാലത്ത് അപ്പ പറഞ്ഞു ഫാനാ ഖുറുജു മിൻഹു, എന്നാ ഞാൻ പോയിക്കോളാം. ഖാല ഇബ്നു തീമിയ പറയുന്നു ഫഖഅദൽ മസ്റൂഉ, ഈ ബാധ ഏറ്റവൻ നീച്ചുത്തിരുന്നു. യൽതഫിതു യമീനം വ ശിമാല, വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ നോക്കണ്. വഖാല, എന്നിട്ട് ഇയാൾ ചോദിക്കണ് ഗുരുവര്യനെ മുന്നിൽ കണ്ടിട്ട്, മാ ജാഅ ബി ഇലാ ഹദ്റത്തി ശൈഖി, ഈ മഹാഗുരു ഇബ്നു തീമിയയുടെ മുന്നിലേക്ക് ആരാ എന്നെ കൊണ്ടെന്ന്? ഖാലു ലഹു, കൂടെ കൊണ്ടുവന്നവരൊക്കെ പറഞ്ഞു, ഖാലു ലഹു, ഇദ്ദേഹത്തോട് പറഞ്ഞു, വഹാദൽ ലർബു കുല്ലു, ഈ അടി മുഴുവനും കൂടി കൊണ്ടിട്ട് അറിഞ്ഞില്ലേ, ഈ അടി മുഴുവനും കൂടി കൊണ്ടിട്ട് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഫഖാല ഞാനൊരു തെറ്റും ദോഷവും ചെയ്യാതെ പാപം ചെയ്യാതെ ഈ മഹാഗുരു എന്തിനാണ് എന്നെ തല്ലുന്നത്? എന്നെ തല്ലിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വലം യശ്ഉർ, പാവം ഈ രോഗി അറിഞ്ഞില്ല, ബി അന്നഹു വഖഅ ബിഹി ളർബുൻ അൽബത്ത, ഒറ്റ അടിയും സംഭവിച്ചതായി അറിഞ്ഞില്ല. ഇത് ഇബ്നു തീമിയ എന്ന ഗുരു താൻ ശൈത്താൻ ഇളക്കിയിട്ട് അവസാനം പുറത്തുപോയ കഥ എന്നോട് നേരിട്ട് പറഞ്ഞു എന്ന് ഇബ്നുൽ ഖയ്യിം, ഹാഫിദ് ഇബ്നുൽ ഖയ്യിം, ഹാഫിദ് ഇബ്നുൽ ഖയ്യിം, ഇമാം ഇബ്നുൽ ഖയ്യിം ഇമാം ഇബ്നു തീമിയയെ ഉദ്ധരിച്ചുകൊണ്ട് തന്റെ അത്തിബുൻ നബവിയ പേജ് 68, 67, 69 പേജുകളിലൂടെ നീണ്ടു പറയാ. വഖാന യുആലിജു ബി ആയത്തുൽ കുർസി, ചിലപ്പോൾ ആയത്തുൽ കുർസി ഓതിയിട്ട് എൻ്റെ ഗുരു ചികിത്സിക്കാറുണ്ട്. വഖാന യഉമുറു ബി കസറത്തി ഖിറാഅത്തിൽ മസ്റൂഅ വമൻ യുആലിജുഹു ബിഹാ, ചികിത്സിക്കുന്നവരോടും രോഗിയോടും ചിലപ്പോൾ ഇത് ഓതിയിട്ട് മന്ത്രിക്കാൻ പറയാറുണ്ട് എന്ന് ഇബ്നു തീമിയയെ പ്രതി ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യൻ വഹാബികളുടെ ആശയ സ്രോതസ്സുകൾ രണ്ടുപേരും. ഹിജറ 8-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭത്തിൽ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, മഹാത്മാക്കളോട് ദുആ ചെയ്യാൻ പാടില്ല, ഇസ്തിവാസ പാടില്ല എന്നും പറഞ്ഞിട്ട് ലോകത്തെ മുസ്ലിമീങ്ങളെ മുഴുവൻ ശിർക്കാക്കുന്ന ആരോപണം ലോകത്താദ്യമായി ഹിജറ 701 മുതൽക്ക് പറയാൻ തുടങ്ങിയത് ആരാണ്? ഇബ്നു തീമിയ. ഇബ്നു തീമിയ ആ പണ്ടാരം പിടിച്ച വാദമാണ് നിങ്ങൾ ഇത്രയും കാലം ഉദ്ധരിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം വിശദീകരിച്ച വാദമാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നത്. ആ ഇബ്നുൽ ഖയ്യിമും ഇബ്നു തീമിയയും പിശാച് ശരീരത്തിൽ നിന്ന് അടിച്ചിറക്കിയിരുന്നു, ഞരമ്പ് പൊട്ടുവോളം അടിച്ചിരുന്നു, രോഗി മരിച്ചു എന്ന ആളുകൾ പറയുവോളം അടിച്ചിരുന്നു, അടിച്ചിട്ട് ഇറങ്ങിനു പോയിനു എന്നോര് പറയുന്നു. കള്ളമാണോ എന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളവരെ പരീക്ഷിച്ചറിഞ്ഞിട്ടില്ല, ഞങ്ങളവരെ മഹത്വപ്പെടുത്താറുമില്ല. പക്ഷെ ഈ രണ്ടാളുകളും ഇബ്നു തീമിയയും ഇബ്നുൽ ഖയ്യിമും വഹാബികൾക്ക് കളയാൻ പറ്റൂല. വഹാബികളെ ഒരു ബുക്കിലെങ്കിലും ഇയാളെ പേര് പറയാതെ അവർക്ക് അവസാനിപ്പിക്കാനും കഴിയില്ല. ഒരു വഹാബി ചരിത്രത്തിലും ഇദ്ദേഹത്തെ പരാമർശിക്കാതെ അവരുടെ തൗഹീദ് പ്രചരിപ്പിക്കാൻ പറ്റില്ല. തൗഹീദ് തങ്ങൾക്ക് പഠിപ്പിച്ചു എന്ന ഇബ്നു തീമിയയും ഇബ്നുൽ ഖയ്യിമും ജിന്ന് ശരീരത്തിൽ കൂടിയിട്ടുള്ളതും അതിനെ അടിച്ചിറക്കി ചികിത്സിക്കുന്നതും പുറത്തു പോകുന്ന കഴിവുള്ളവൻ പറയുമ്പോൾ പോകുന്നതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്നെയാ സുന്നികള് പണ്ടേ പറയുന്നത്, ഇന്നും പറയുന്നത്. എന്നും സുന്നികൾ പറഞ്ഞ ഈ ആശയത്തിനെതിരെ കൊഞ്ഞനം കുത്തിയവർ നിങ്ങളാണ്. ഇത് അന്ധവിശ്വാസമാണെന്ന് നാടിനെ പ്രചരിപ്പിച്ചവർ നിങ്ങളാണ്. അനുയായി കുഞ്ഞാടുകളെ മുഴുവൻ പഠിപ്പിച്ചത് നിങ്ങളാണ്. യുക്തിവാദികളോടൊപ്പം കൂടെ നടന്നത് നിങ്ങളാണ്. ജിന്നോ പിശാച്ചോ അന്ധവിശ്വാസം എന്ന് പറഞ്ഞത് നിങ്ങളാണ്. വൈദ്യുതി കൊണ്ട് ഞങ്ങൾ തുരത്തിക്കളഞ്ഞു പിശാച്ചിനെ എന്ന് പറഞ്ഞത് നിങ്ങളാണ്. നിങ്ങളുടെ നവോത്ഥാനത്തിന്റെ പ്രധാന ഭാഗം ഇതായിരുന്നു. ഇപ്പൊ ഈ നൂറ്റാണ്ട് നവോത്ഥാനം ആഘോഷിക്കുമ്പോ, നവോത്ഥാനത്തിന്റെ 90 ആഘോഷിക്കുമ്പോ ഈ ജിന്ന് നിങ്ങളെ പിടികൂടിയല്ലേ? ഈ ജിന്ന് ഇറക്കുന്നത് നിങ്ങൾ തർക്കിക്കല്ലേ? തർക്കിക്കുമ്പോഴും ഇബ്നു തീമിയെ മുണ്ടുന്നില്ല, ഇബ്നുൽ ഖയ്യിമിനെ മുണ്ടുന്നില്ല. വല്ലാത്തൊരു അതിശയല്ലേ ആ നേതാക്കന്മാർക്ക് പറ്റിയത്? അനുയായി കുഞ്ഞാടുകളിൽ ഇത്ര വിഷമം വരുമ്പോഴേക്ക് മറന്നോ? എന്നിട്ട് ജംഇയ്യത്തുൽ ഉലമയുടെ പുസ്തകത്തിൽ പറയുന്നത് നാസുറുദ്ദീൻ അൽബാനിയും ഇബ്നു ബാസ് എന്ന് പറയുന്ന സൗദിയിലെ ഇപ്പടുത്ത് മരിച്ച പണ്ഡിതനും ഇങ്ങനെ പാടില്ല, പ്രവാചക ചര്യയിലില്ല, തെറ്റാണത്, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നു. ഇതാരാ പറയുന്നത്? ഇതെവിടുത്തേതാ മതം? ഈ മതമല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പഠിച്ചത്. ഇപ്പൊ അവർ പറയുന്ന എന്താ? ഇറക്കലും ഉണ്ട്, ഇറക്കാനും പറ്റും, ചികിത്സിക്കാനും പറ്റും. പക്ഷേ നമ്മൾ ചികിത്സിക്കൂല്ലോ. നമ്മൾ ചികിത്സിക്കാതെ പോകും പിന്നെ ബലൊക്കെ എടുത്താ പോവുക. അത് ചൂഷകന്മാരുടെ അടുത്തേക്ക്
ചൂഷകന്മാരുടെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഈ ഭാഗം മാറ്റി നിർത്തണം, ഇത് സംസാരിക്കരുത്. ഒരു ലൈഫായ ഹദീസിനും വേണ്ടി, ഒരു ലൈഫായ ഹദീസിനും വേണ്ടി. ലൈഫായ ഹദീസ് അവിടെ കട്ടെ, ലൈഫായ ഹദീസിന് വേണ്ടിയുള്ള വിഷയമല്ല ഇത്. ജിന്ന് മനുഷ്യന്റെ ശരീരത്തിൽ കേറൂലേ? കേറിയിട്ട് രോഗം ബാധിക്കൂലേ? ബാധിച്ചിട്ട് പിരാന്ത് പിടിക്കൂലേ? മനുഷ്യനെ ജിന്ന് വീഴ്ത്തൂലേ? ഇബ്നു തൈമിയ്യ എന്ത് പറഞ്ഞു? ഇബ്നുൽ ഖയ്യിം എന്ത് പറഞ്ഞു? മിമ്പറിൽ വെച്ച് നിങ്ങൾ അനുയായികളെ പഠിപ്പിക്കണം. നിങ്ങൾ തൗഹീദ് പഠിപ്പിക്കുന്നത് ഇബ്നു തൈമിയ്യയെ ഉദ്ധരിച്ചാണ്, നിങ്ങൾ ശിർക്ക് പഠിപ്പിക്കുന്നത് ഇബ്നു തൈമിയ്യയെ ഉദ്ധരിച്ചാണ്. പിശാചിന്റെ കാര്യത്തെ പറഞ്ഞു നിങ്ങൾ മതം പഠിപ്പിക്കേണ്ടത് ഇബ്നു തൈമിയ്യയെ ഉദ്ധരിച്ചാണ്. ചികിത്സ പഠിപ്പിക്കണം, ചികിത്സിക്കുന്നതിനെ കൂട്ടണം. എന്നിട്ട് അടി ചികിത്സ ഇത് കണ്ട് പഠിച്ച് ഏതെങ്കിലും നിങ്ങളുടെ കുഞ്ഞാടുകൾ ഇപ്പോൾ തുടങ്ങിയെങ്കിൽ, സൗദിയിൽ പണ്ടേ നടത്തുന്ന ചികിത്സ നിങ്ങൾ ഇവിടെ തുടങ്ങിയെങ്കിൽ അത് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ പുറത്താവുമെന്ന് കരുതിയിട്ട് തമ്മിൽ ഓരോന്ന് പറഞ്ഞ് ഒരു ഹദീസിന്റെ ദോഴ്ഫുമ കൂടുക. ഹദീസ് ഇതേതാ? യാ ഇബാദല്ലാ യാ ഇബാദല്ലാ എന്ന ഹദീസ്. ഒരു ഹദീസ് ലൈഫാകൽ എങ്ങനെയാന്ന് ഈറ്റക്ക് അറിഞ്ഞൂടാ. ഇതിൽ വിചാരിച്ചിരിക്കണം എന്താണെന്നറിയോ? സ്വഹീഹുൽ ബുഖാരി തന്റെ ഹദീസ് ചില ഗ്രന്ഥങ്ങളിലെത്തുമ്പോൾ ലൈഫാകും. ശ്രദ്ധിക്കണം, സ്വഹീഹുൽ ബുഖാരിന്റെ ഹദീസ് ലൈഫാന്നല്ല ഞാൻ പറയുന്നത്. സ്വഹീഹുൽ ബുഖാരി തന്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസു തന്നെ അബൂദാവൂദിൽ മറ്റൊരു സനദിൽ കൊണ്ടുവന്നാൽ ആ സനദിലൂടെ ചിലപ്പോൾ ലൈഫാന്ന് പറയും. അങ്ങനെ ലൈഫാന്ന് പറയുന്ന ഹദീസുകൾ നമ്മൾ ഇന്ന് കാണുന്ന ബുഖാരിയിലും മുസ്ലിമിലും എത്രയോ ഉണ്ട്. മടവൂർ വിഭാഗം മുജാഹിദുകളെ ഹദീസു നിഷേധികൾ എന്ന് നിങ്ങൾ വിളിക്കുന്നതും, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏതോ ഒരാൾ ഇക്കാലമത്രയും നിങ്ങൾക്ക് വേണ്ടി എഴുതിയിരുന്ന ആൾ, ഇക്കാലമത്രയും നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ആൾ, ചന്ദ്രികാ ദിനപത്രം എന്ന മുസ്ലിമീങ്ങളുടെ പൊതുപത്രത്തിൽ പോലും വബി ആശയങ്ങൾ സുന്നികൾക്കെതിരെ കുത്തി നിറച്ച് എഴുതിയിരുന്ന, തന്റെ സ്വാധീനം കൊണ്ട് എഴുതിയിരുന്ന ആൾ അബ്ദുറഹ്മാൻ ഇരുവേറ്റി എന്ന് പറഞ്ഞ ആൾ, അയാളപ്പം എന്തിനാ പുറത്താക്കിയത്? ബുഖാരി അല്ല, ബുഖാരിന്റെ ബാപ്പ പറഞ്ഞാലും സ്വീകരിക്കൂല എന്ന് പറഞ്ഞില്ലേ? ബുഖാരി അല്ല, ബുഖാരിന്റെ ബാപ്പ പറഞ്ഞാലും സ്വീകരിക്കൂല എന്ന് പറഞ്ഞിന്. എന്തേ സംഭവം? റസൂലുള്ളാഹിക്ക് ജൂതൻ സിഹ്ർ ചെയ്തു എന്ന സംഭവം. ബുഖാരി അല്ല, ബുഖാരിന്റെ ബാപ്പ എഴുതിയാലും സമ്മതിക്കൂല. എടോ ഹദീസ് അവിടെ ഇരിക്കട്ടെ. കുല്ലഊദു ബി റബ്ബിൽ ഫലക്കും കുല്ലഊദു ബി റബ്ബിൻ നാസും എന്തിനിറങ്ങിയതാ? എപ്പ ഇറങ്ങിയതാ? ഈ വഹാബി പറയട്ടെ. കുല്ലഊദു ബി റബ്ബിൽ ഫലക്കും കുല്ലഊദു ബി റബ്ബിൻ നാസും അള്ളാന്റെ മുസാബിലുണ്ടല്ലോ. ഇത് മുസാബിലുള്ള അവസാനത്തെ സൂറത്തുകളല്ലേ? കുല്ലഊദു ബി റബ്ബിൻ നാസും കുല്ലഊദു ബി റബ്ബിൽ ഫലക്കും. ഈ രണ്ട് സൂറത്തുകൾ എന്തിനിറങ്ങി, എപ്പ ഇറങ്ങി? അത് വഹാബികൾ പറയട്ടെ. തീർച്ചയായും റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചപ്പോൾ ഇറങ്ങിയതാ അത്. ഇതിന്റെ അർത്ഥം റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചിട്ട് തങ്ങൾക്ക് പിരാന്തായി എന്നല്ല, തങ്ങൾക്ക് ബുദ്ധി തർക്കേട് പറ്റിയെന്നല്ല, സിഹിറിന് മുഴുവൻ പിരാന്ത് എന്നല്ല അർത്ഥം. സിഹിർ ബാധിച്ചാൽ പലതും ഉണ്ടാകും. പലതിനും വേണ്ടി ചെയ്ത സിഹിർ അള്ളാന്റെ റസൂലിന് ബാധിക്കുന്നത് പക്ഷേ എന്തിലാ? ഭാര്യമാരടുത്ത് പോകാൻ കഴിയുമെന്ന് തോന്നി, പക്ഷേ നബിക്ക് പോകാൻ കഴിയൂല. അതാ വിഷയം. 8-9 ഭാര്യമാരുള്ള അള്ളാന്റെ റസൂല് തൻ്റെ ഭാര്യമാരുടെ സമീപത്തേക്ക് പോകാൻ കഴിയും. അത് മലയാളത്തിൽ അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും തിരിയല്ലോ. ഭാര്യമാരടുത്ത് പോകുക പറഞ്ഞാൽ എന്താ അതിൻ്റെ ഭാഷാന്ന്. ഈ ഭാര്യമാരടുത്ത് പോകാൻ കഴിയുമെന്ന് റസൂലുള്ളാഹിക്ക് തോന്നും. കഴിയുമെന്ന് തോന്നിയിട്ട് മെനക്കെടുമ്പോൾ റസൂലുള്ളാഹിക്ക് കഴിയൂല. ഇതാ ബാധിച്ചത്. ശാരീരികമായി ഇത് ബാധിക്കുന്നത് എന്തിനാണ്? ഇത് ബാധിക്കുന്നതിനെ എന്തിനാണ് നിഷേധിക്കേണ്ടത്? ഇത് ബാധിച്ചത് ആയത്തിറങ്ങി, ഈ സൂറത്തിറങ്ങി. ഈ സൂറത്തിന്റെ 11 ആയത്തുകൾക്കനുസരിച്ചുകൊണ്ട് ഓരോ സൂറത്തിലെ ആയത്തിലെ ഓരോന്നെത്തുമ്പോഴും റസൂലുള്ളാഹിക്കെതിരെ ചെയ്തു വെച്ചിരിക്കുന്ന സിഹിറിന്റെ 11 കെട്ടുകൾ അഴിഞ്ഞഴിഞ്ഞു പോയിരുന്നു എന്ന് ബുഖാരിയും മുസ്ലിമും ലോക മുഹദ്ദിസുകളൊക്കെയും അവരുടെ ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള സംഭവം. ബുഖാരിയല്ല, ബുഖാരിന്റെ ബാപ്പ പറഞ്ഞാൽ ഉടുക്കൂല എന്ന് പറഞ്ഞൊരു ചങ്ങായി. ആരാണ് ഈ ആർജവം, ആരാണ് ഈ ധാർഷ്ട്യം ഈ കുട്ടികൾക്കും കുഞ്ഞാടുകൾക്കും നൽകിയത്? ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചത്? അങ്ങനെ ഹദീസ് നിഷേധികൾ എന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നവർ ഹദീസ് നിഷേധിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ പഠിപ്പിച്ച ദുഅഫും ദഈഫും അനുസരിച്ചാണ്. അങ്ങനെ നോക്കിയാൽ ബുഖാരി മുഴുവൻ തള്ളാനേ ഉള്ളൂ. കാരണം ബുഖാരിയിലെ ഹദീസിലെ മിക്ക റാവികളിൽ നിന്നും ഏതെങ്കിലും വേറൊരു ഹദീസിന്റെ കിതാബിലെത്തുമ്പോൾ മാറും. മറ്റൊരു റാവിയക്കാരം ആ റിപ്പോർട്ടർ ചിലപ്പോൾ ദഈഫായിരിക്കും. ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരിന്റെ 1-ാം ഹദീസും ആകാം അല്ലേ? സ്വഹീഹുൽ ബുഖാരിയിലെ 1-ാം ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്.
അതേ ഹദീസ് തന്നെ മറ്റൊരു കിതാബിൽ റിപ്പോർട്ടർമാർ മാറുമ്പോൾ ലഈഫാകും. ഇതേപോലെ യാ ഇബാദല്ലാഹ് എന്ന് പറയുന്ന വിഷയത്തിൽ സംഭവം എന്താണ് പറയുമ്പോൾ ആണുങ്ങളെമാതിരി പറയാൻ സക്കരിയ സ്വലാഹിക്ക് സാധിക്കണില്ല. കാരണം ഒരു ബുദ്ധിമുട്ട് അയാൾക്കുണ്ട്. ജിന്നുകളോട് സഹായം ചോദിക്കാൻ പാടില്ല. ജിന്നുകളോട് സഹായം ചോദിച്ചാലും മനുഷ്യനോട് സഹായം ചോദിച്ചാലും പടപ്പുകൾക്ക് ആർക്കും കഴിയാത്തോടത്ത് എത്തുമ്പോഴേ ശിർക്കാവുള്ളൂ എന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നവരവരൊക്കെ അങ്ങനെ കുറച്ച് കൂടുതൽ പറഞ്ഞിരുന്നു. അതിന് ഞാൻ പെട്ടിട്ടില്ലേ, ഞാൻ ജിന്നുകളോട് ചോദിച്ചാൽ ശിർക്കാവും തന്നെയാ പറയണത് എന്ന് പറയുന്നു. ആ ശിർക്ക് തെളിയിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അയാൾക്ക് കുറേ പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കും ചങ്ങലകൾക്കും ഉള്ളിൽ കിടന്ന് ഞെരുങ്ങുമ്പോൾ അയാൾ പറയാ ഈ ഹദീസ് ലഈഫാണ്, തെളിവിന് പറ്റൂല. ശരി, പക്ഷേ ഇതനുസരിച്ച് അമല് ചെയ്തല്ലോ നബി ഇമാം, ഇതനുസരിച്ച് അമല് ചെയ്തല്ലോ അഹ്മദ് ബിൻ ഹംബൽ, അവരെ നമ്മൾ എന്തു പറയും? ഇതാണ് എൻ്റെ പ്രശ്നം. അതിന് മുജാഹിദ് വിഭാഗം മറുപടി എന്നാൽ ഞാനെല്ലാം ശരിയാക്കാം, ഇതേ മൂപ്പർ പറയണുള്ളൂ എന്നാ. എന്താ വാസ്തവത്തിൽ ഈ ഹദീസ്? ഈ ഹദീസിൽ എന്തു ലഈഫാ? ഈ ഹദീസിലെ ഏതെങ്കിലും സനദിൽ ലഈഫായ സനദിലൂടെ ഏതെങ്കിലും കിതാബിലുണ്ടെങ്കിൽ തന്നെ ഈ ഹദീസ് പല ഗ്രന്ഥങ്ങളിലും പല റിപ്പോർട്ടർമാരിലൂടെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രമാണയോഗ്യമായ വളരെ സംശുദ്ധമായ ഒരു സനദ് ഇമാം ബസ്സാർ തന്റെ കിതാബിൽ ഇതിന് നൽകുന്നുണ്ട്. നബാൻ ബിൻ സ്വാലിഹിൻ അൻ മുജാഹിദിൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന ലില്ലാഹി മലായികതൻ ഫിൽ അർളി സിബൽ ഹഫള യക്തുബൂന മാ സഖത മിൻ വറഖി ശജർ ഫഇദാ അസാബ അഹദകും മഅജതുൻ ബിഅർളിൻ ഫലാത് ഫല്യുനാദി അഈനു ഇബാദല്ലാഹ്. അള്ളാഹ്ക്ക് കുറേ മലക്കുകളുണ്ട്, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല. ആ മലക്കുകൾ ഭൂമിയിലൂടെ നടക്കുന്നുണ്ട്. നമ്മളെ കാക്കാനും നോക്കാനും ഏൽപ്പിച്ചവരല്ലാത്ത മലക്കാണ് അവര്. ആ മലക്കുകൾ യക്തുബൂന മാസഖത മിൻ വറഖി ശജർ, വൃക്ഷത്തിന്റെ ഇല വീണതുപോലും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാഹു വയഅലമുഹാ. ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ഇല വീഴുന്നുണ്ടോ ആ ഇല പൊടിഞ്ഞു വീഴുന്നത് അള്ളാഹു അറിയുകയും മലക്കുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന മട്ടിൽ അള്ളാഹു വിവരിക്കുന്നതിനെയാണ് ഈ ഹദീസിൽ നബി വിവരിക്കുന്നത്. ഇല വീഴുന്നത് എഴുതി വെക്കാൻ പോലും നടക്കുന്ന മലക്കാണ്. അപ്പൊ കാട്ടിൽ പോലും മലക്കുകളുണ്ട്. ഇല വനയിലും കാട്ടിലും വീഴൂലേ, കാട്ടിലും ഇല വീഴൂലേ? അപ്പൊ അവിടുത്തെ ഇലകൾ വീഴുന്നത് പോലും എഴുതുന്ന മലക്കുകൾ. ഫൈദാ അസ്വാബ അഹദകും, അപ്പൊ നിങ്ങളിൽ വല്ലവനും സംഭവിച്ചാൽ മരുപ്രദേശത്ത് വെച്ചിട്ട് വല്ല ബുദ്ധിമുട്ടുകളോ കാൽ കോച്ചലുകളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ സംഭവിച്ചാൽ ഫല്യുനാദി, അവൻ വിളിച്ചാട്ടെ അഈനു ഇബാദല്ലാഹ്, അള്ളാന്റെ ദാസന്മാരെ സഹായിക്കുകയോ എന്ന് വിളിച്ചാട്ടെ. മറിഞ്ഞ വഴിക്ക് സഹായം തേടിയാൽ ശിർക്കാണ് എന്നറിയുന്ന വഹാബിയക്ക് ഇത് പ്രശ്നമാണ്. കാരണം കാണാത്തോലോടാണുള്ള സഹായം തേടുന്നത്. പക്ഷെ ഇത് ഞങ്ങൾ പറയുന്ന ഇസ്തിഗാസയല്ല. ഞങ്ങൾ പറയുന്ന ഇസ്തിഗാസ മരിച്ചവരോട് പറയുന്നതാണ്. ഓലിന് വരച്ചേക്കുക, എന്നിട്ട് അതാണ് ഞങ്ങൾ പറയുന്നത് കൊണ്ടരി അതിനെന്നറിയാം, മറ്റേന് കൊണ്ടു ചെന്നാൽ അതല്ല എന്നറിയാം. ഇവര് വലിയ ആജ്ഞാശക്തിയിൽ ഇങ്ങനെ കുത്തിരിക്കണ മേസ്തിരിമാര്. ഈ മേസ്തിരിമാര് പറയണതിന് നമ്മളിങ്ങനെ കൊണ്ടുപോയി കൊടുക്കാന് എന്താ മട്ടം? ഇതും പറയേണ്ടതിനല്ലേ മറുപടി. മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും പ്രതീക്ഷിച്ചുകൊണ്ട് സഹായം തേടുന്നതാണ് പ്രാർത്ഥന. അള്ളാഹു അല്ലാത്തവരെ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിക്കുന്ന കുഞ്ഞാടുകളെ പഠിപ്പിക്കുന്നവർ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്നത് തീർച്ചയായും മറഞ്ഞ വഴിക്കുള്ള സഹായം അപേക്ഷിച്ച് കാണാത്തവരെ അടിയങ്ങളോട്, അള്ളാഹിനോടല്ല, കാണാത്ത അള്ളാഹിന്റെ അടിയങ്ങളോട് സഹായം തേടലാണ്. ഈ സഹായം തേടലൊന്നും വേണ്ട. നിങ്ങൾ മരിച്ച മഹാത്മാക്കളോട് സഹായം തേടലും ആവലാതിപ്പെടലും തന്നെ എത്രയോ തവണ നമ്മൾ തെളിവ് നിരത്താറുണ്ട്, സുന്നികൾ പ്രസംഗിക്കാറുണ്ട്. ഈ സുന്നി ജമാഅത്തിന്റെ ബാനറിൽ ഓരോ റബീഉൽ അവ്വലിലും ഇതിന്റെ ദശക്കണക്കിന് പ്രമാണങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. ഒരിക്കൽ പോലും ലോകത്താകെ വാദപ്രതിവാദം നടത്തി
അവിടുത്തെ വാദപ്രതിവാദം, ഇവിടുത്തെ വാദപ്രതിവാദം, അപ്പുറത്തെ വാദപ്രതിവാദം എന്നിങ്ങനെ പറഞ്ഞ് പെരുമ്പറ കൊട്ടിയിട്ട് ഞങ്ങളുടെ മുമ്പിൽ സുന്നി പക്ഷം തോറ്റുപോയെന്ന് പറയുന്ന ഈ വഹാബികൾ ഗ്രൂപ്പ് വ്യത്യാസമന്നെ. അവരടക്കം എത്ര ഗ്രൂപ്പ് അവരുണ്ടെങ്കിലും മൗദൂദികളും ചേർന്നാലും പറയട്ടെ, എല്ലാവരും കൂടി ചേർന്നിട്ട് അല്ലാഹുവല്ലാത്ത മഹാത്മാക്കളെ വിളിക്കുക, അന്യായപ്പെടുക, പ്രയാസം പറയുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ടു തന്നെ നിങ്ങളുടെ തൗഹീദിന്റെ മർമ്മപ്രധാന വിഷയം നിങ്ങൾ ശിർക്ക് ശിർക്ക് എന്നും പറഞ്ഞു 100 ആണ്ട് പറഞ്ഞു 90 ആണ്ട് പറഞ്ഞു എന്ന് തർക്കിക്കുന്ന ഈ വിഷയം ചർച്ച ചെയ്യാനും സംവദിക്കാനും നിങ്ങൾ സുന്നി ജമാഅത്തുമായി തയ്യാറുണ്ടോ? ഇത് പറയാനാണ് ഞങ്ങൾ ഇത്തരം സ്റ്റേജുകളിൽ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ തയ്യാറുണ്ടെങ്കിൽ കാണിക്കാം. അത്തരം ഹദീസുകൾ തന്നെ നിങ്ങൾ പറയുന്ന യാ ഇബാദല്ലാഹ് എന്ന ഹദീസ് വേണ്ട, അത് വെച്ച് വെച്ചാലും സുന്നികൾ പറയുന്ന ഹദീസുണ്ട്. നിങ്ങൾ ഇന്ന് വരെ സുന്നി ജമാഅത്തിന്റെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ റബീഉൽ അവ്വലിൽ നടന്ന ഏതെങ്കിലും ക്യാമ്പയിനിൽ യാ ഇബാദല്ലാഹ് എന്ന ഹദീസ് ഉദ്ധരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അല്ലാതെ നിങ്ങൾ പറയുന്ന മരിച്ച മഹാത്മാക്കളോട് സഹായം തേടുന്നതും ആവലാതി പറയുന്നതും തന്നെ എത്രയെങ്കിലുണ്ട്. അങ്ങനത്തെ ഹദീസുകൾ തന്നെ അങ്ങക്ക് പറയാം. പക്ഷേ ഈ ഹദീസ് നിങ്ങൾ വെറുതെ ലൈഫാന്ന് പറഞ്ഞ് തള്ളാൻ പോരാ. സക്കരിയ സലാഹി ചോദിക്കുന്നത് ലൈഫ് ഹദീസ്, അത് മൂപ്പര് സമ്മതിച്ച്. പക്ഷേ ഈ ഹദീസിനെ നബി മുഹമ്മദ് അനുസരിച്ച് അമൽ ചെയ്തില്ലേ എന്നാ. നബി മുഹമ്മദ് അനുസരിച്ച് അമൽ ചെയ്തില്ലേ. ഇമാം നബിന്റെ ഗന്ധാ അത് അദ്കാർ എന്ന് പറയുന്ന ഗന്ധത്തിൽ അദ്ദേഹം ബാബുമായ കൂലു ഇതം ഫലത്തത്ത് ദാബത്തുഹു, ഒരു തന്നെ മൃഗം എങ്ങനെയെങ്കിലും പോയാൽ, അനുസരണക്കേട് കാട്ടി ഇളകിപ്പോയാൽ, കുന്തിരിയെടുത്തൊക്കെ പോയാൽ എന്തു പറയണം എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നു. റുബീനാ ഫീ കിതാബ് ഇബ്നു സുന്നി അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദം ഫലത്തത്ത് ദാബത്തു അഹദികും ബി അർദിൻ ഫലാത്ത് ഫല്യുനാദി യാ ഇബാദല്ലാഹ് യഹ്ബിസു യാ ഇബാദല്ലാഹ് യഹ്ബിസു. മരുഭൂമിയിൽ വെച്ച് നിങ്ങളിൽ ഒരാളുടെ മൃഗം ഒഴിഞ്ഞു പോയാൽ, കെട്ടടിഞ്ഞു പോയാൽ, കുന്തിരിയെടുത്തു പോയാൽ അയാൾ വിളിച്ചോട്ടെ, അള്ളാന്റെ അടിയങ്ങളെ അതിനെ കെട്ടിടിയോ, അള്ളാന്റെ അടിയങ്ങളെ കെട്ടിടിയോ എന്ന് വിളിച്ചോട്ടെ. ഫഇന്ന ലില്ലാഹി അസ്സ വജല്ല ഫിൽ അർളി, കാരണം ഭൂമിയിൽ അല്ലാഹുവിനെ കൊണ്ട് ഹാസിറ, അതിനെ തടഞ്ഞു വെക്കുന്ന ആൾ, സയഹ്ബിസുഹു, ആ തടഞ്ഞു വെക്കുന്നയാൾ അതിനെ തടഞ്ഞു വെക്കും എന്ന് ഇബ്നു സുന്നിയുടെ കിതാബിലൂടെ നമുക്ക് ഇബ്നു മസ്ഊദിന്റെ ഹദീസ് കിട്ടിയെന്ന് വിവരിച്ചിട്ട് ഇമാം നവവി പറയുന്നു. ഖുൽതു ഹകാലി ബഅദു ശുയൂഖിനൽ കിബാർ ഫിൽ ഇൽമി, വിവരത്തിലും ദീനിലും നമുക്ക് ഗുരുവര്യരായിട്ടുള്ള വലിയ മഹാത്മാക്കളിൽ ചിലർ നമ്മോട് പറഞ്ഞു, അന്നഹും ഫലതത് ലഹു ദാബത്തുൻ, അവരുടെ ഒരു മൃഗം വഴി വെറ്റിപ്പോയി, അതുന്നുഹാ ബഗ്ല, യാത്രക്ക് ഉപയോഗിച്ച കോവർ കഴുതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. വകാന യഅരിഫു ഹാദൽ ഹദീസ, ഈ ഗുരുവര്യർക്ക് ഈ ഹദീസ് അറിയുമായിരുന്നു. ഫഖാലഹു, ഈ ഹദീസിൽ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത്രേ, ഫഹബിസഹല്ലാഹു അലൈഹിം ഫിൽ ഹാൽ, അവരുടെ യാത്രാ സംഘത്തിന് ഈ കോവർ കഴുതയെ അല്ലാഹു തടഞ്ഞിട്ട് വഴിതെറ്റിപ്പോകാതെ കൊടുത്തു എന്ന് വിവരിച്ചിട്ട് ഇമാം നവവി പറയുന്നു. വകുന്തു അന മറത്തൻ, ഒരിക്കൽ ഞാനായിരുന്നു മാ ജമാഅത്തിൻ്റെ ഒരു സംഘത്തോടൊപ്പം. ഫംഫലതത് മിൻഹാ, അപ്പം ആ കൂട്ടത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയി. ബഹീമത്തുൻ, ഒരു മൃഗം. വഅജസു അൻഹാ, അതിനെ കിട്ടാതായി പോയി. ഫഖുൽതുഹു, അപ്പം ഞാൻ ഇതിനെ പറഞ്ഞു. ഫവഖഫത് ഫിൽ ഹാൽ ബിഗൈരി സബബിൻ സിവാ ഹാദൽ കലാം, ഈ പറച്ചിലല്ലാതെ മറ്റൊന്നുമില്ലായിരിക്കെ ഈ മൃഗം അവിടെ നിന്നു, നമുക്ക് കിട്ടി. ഇത് ആരാ പറയുന്നത്? ഇമാം നവവി. അപ്പൊ ഇമാം നവവി ഇത് ചെയ്തില്ലേ? അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരും തൻ്റെ മഹത്തുക്കൾ ചെയ്തതായി വിവരിക്കുന്നുണ്ട്. ഇവർ ചെയ്തതിന് നമ്മൾ എന്ത് മറുപടി കൊടുക്കും? ഇതാണത്രേ ഞാനും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിലുള്ള എല്ലാ പ്രശ്നവും. എന്താ കേട്ടോ, ഈ ഒരു ഹദീസിന് ഇമാമും അഹ്മദ് ഇബ്നു ഹംബലും എന്ത് ചെയ്തു ആ മറുപടി. ഇങ്ങനത്തെ ലൈഫായ ഹദീസിന് എത്രയാ പേരിങ്ങനെ ചിന്തിക്കലെന്നറിയോ? ഓഹോ, ലൈഫായ ഹദീസിന് എത്ര കാലാവര് ചിന്തിക്കല്. ഇമാം നവവി ചെയ്തോ, ഇമാം മറ്റോല് ചെയ്തോന്ന്. ഏത് സ്വഹാബിനെ പറഞ്ഞാൽ പോലും അത് മുശ്രിക്കാണ്, ശിർക്കാണ് എന്ന് പറയാൻ മടിയില്ലാതെ നിർലജ്ജം വാദപ്രതിവാദങ്ങളിലും സാഭാസങ്ങളിലും പ്രസംഗങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വഹാബികൾക്ക് ഇമാം നവവി ഇത് പറഞ്ഞതിനെ പറ്റി എന്ത് പറയൂന്ന് കിട്ടായിട്ടാ ഞാൻ തുടങ്ങിയത്. സക്കരിയ സലാഹി ഈ ഹദീസിന്റെ ഒപ്പം നടക്കണോ മുജാഹിദ് വിഭാഗം? എന്താ രസം! ഇതിന് കോമാളിയാകാൻ കുറേ ആളും
ഇതിന് കോമാളിയാകാൻ വണ്ടിയും പ്രയാസവും പണം എടുത്തിട്ട് ഒരുപാട് മുജാഹിദ് കുട്ടികൾ 2 കൂട്ടരൊപ്പം നടക്കുക. വിഷയം എന്താ? ഈ ലൈഫായ ഹദീസിന് എന്തു ചെയ്യും? അതിന് നബി ചെയ്തതിന് എന്ത് മറുപടി കൊടുക്കും? ലൈഫായ ഹദീസ് അവിടെ വലിച്ചെറിഞ്ഞെളിയുന്നല്ലേ നിങ്ങളെ സാധാരണ മറുപടി? അത് കൊടുത്താളി. ലൈഫായ ഹദീസ് വലിച്ചെറിഞ്ഞെളിയുന്ന മറുപടി എന്ന് പറയാൻ ഔദ്യോഗിക മുജാഹിദിന് പറ്റും. പക്ഷെ അവർ പറയുന്ന ഈ ലൈഫായ ഹദീസിനും വേണ്ടി എന്തിനാ അങ്ങനെ ഈ പ്രസ്ഥാനത്തെ നിശ്ചലമാക്കുന്നു? ചലനല്ലാതെ ആയിപ്പോയില്ലേ നമുക്ക് എന്നാ. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഹദീസിന്റെ അവസ്ഥ? ഞാൻ വായിച്ചല്ലോ. മൂസബിന് ഇസ്ഹാഖ്, മുൻജാബിബുൽ ഹാരിസ്, ഹാത്തമുബിന് ഇസ്മായിൽ, ഉസാമത്തുബിന് സയ്യിദ്, അബാനുബിന് സ്വാലിഹ്, മുജാഹിദ്, ഇബ്നു അബ്ബാസ് ഖാല ഖാല റസൂലുള്ളാഹിന്റെ ഹദീസ്. ഈ ഹദീസ് എന്തേത്രേ? നോക്കി നോക്കുമ്പോ ഒക്കെ ഹദീസ് മോശ. ഇത് സംബന്ധമായ ഹദീസ് ഒക്കെ മോശ. ആരാ പറയണേ? ബലെ ഹദീസിന്റെ വലിയ പണ്ഡിതൻ അൽബാനിയോട് പറഞ്ഞാൽ ഒക്കെ ശരി. ഈ അൽബാനി പറഞ്ഞിട്ട് മൂപ്പർ അവസാനം എത്തിയിട്ട് പറയണ എവിടെയാണെന്നറിയോ? അതാണ് അതിൽ രസം. ഞാൻ നോക്കുമ്പോൾ ഈ ഹദീസ് ആദ്യം മൂപ്പർ കുറേ നോക്കിയിട്ട് മൂപ്പർ പറയുന്നു ഈ ഹദീസൊക്കെ നോക്കി ഹദീസ് ലൈഫാണ് എന്നൊക്കെ പറഞ്ഞു. ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയാണ് മൂപ്പരിപ്പോൾ കാണുന്നത്. എന്താ ഹദീസ്? അപ്പോൾ ബഅദ കിതാബത്തി മാ സബഖ, ഇത്രയും ഞാൻ കുറിച്ചതിൻ്റെ ശേഷം. ഈ ഹദീസ് ലൈഫാന്ന് കുറേ കുറിച്ചിട്ട് അൽബാനി പറയാ, ഇത്രയും ഞാൻ കുറിച്ച ശേഷം വഖഫ്തു അലാ ഇസ്നാദിൽ ബസ്സാർ എന്നവർ നിവേദനം ചെയ്ത ഒരു സനദ് ഞാൻ വെളിപ്പെട്ടു. അതിൻ്റെ മേൽ ഞാൻ വെളിപ്പെട്ടു. ഫി സവായിദിഹി, മൂപ്പരുടെ സവായിദിൽ. ഖുൽതു, ഞാൻ പറയട്ടെ, വഹാദാ ഇസ്നാദുൻ ഹസൻ, ഇത് സ്വീകാര്യമായ ഇസ്നാദാണ്. സ്വഹീഹ് എന്ന് കഴിഞ്ഞാൽ പിന്നെ ഹസൻ എന്നാ പറയാ. സ്വീകാര്യമായ ഇസ്നാദാണ് ഹസൻ. ഇത് ഇസ്നാദ് ഹസനാണ്. കമാ ഖാലു, എല്ലാ മുഹദ്ദിസീങ്ങളും പറഞ്ഞ മാതിരി എന്ന് വിവരിച്ചിട്ട് പിന്നെ മൂപ്പർ അവസാനത്തിൽ മൂപ്പർ പറയാ, പക്ഷെ ഈ ഹദീസിന് കുഴപ്പം ഞാൻ കാണുന്നത് ഇത് മർഫൂആയ ഹദീസല്ല, ഇത് മൗഖൂഫാ തോന്നുന്നുണ്ട്. മൗഖൂഫ് എന്താ? അനിബിന് അബ്ബാസിൻ ഖാല ഖാല റസൂലുള്ളാഹി, ഇബ്നു അബ്ബാസ് എന്ന സ്വഹാബി പറയുന്നു ഖാല ഖാല റസൂലുള്ളാഹി എന്ന് ഇബ്നു അബ്ബാസ് പറയുന്നു. ഇബ്നു അബ്ബാസ് എന്നാരാ കേൾക്കുന്നത്? നേരെ ശിഷ്യൻ മുജാഹിദ്. എന്നിട്ട് ഈ ഹദീസ് പറയുന്നത് മൗഖൂഫാണെന്ന് തോന്നുന്നു, ഇത് മർഫൂആന്ന് കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് കുഴപ്പം. എന്താ മട്ടം? ഈ പറഞ്ഞ സനദിൽ മുഴുവൻ ആളുകളും സ്വഹീഹ് മുസ്ലിം അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടിട്ടുള്ള റാവികളാ. സ്വഹീഹ് മുസ്ലിം, ബുഖാരിനും മുസ്ലിമിനും ദഈഫ് എന്ന് പറഞ്ഞോന്നല്ലേ നിങ്ങളിപ്പോൾ ആളുകളെ പുറത്താക്കാൻ പറയുന്ന ന്യായം? ആ സ്വഹീഹ് മുസ്ലിമിലെ റാവിയാണ് ഈ ഹദീസിലുള്ള റാവി. ആ റാവിയിൽ കുഴപ്പം പറയാൻ വഹാബികൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് യാ ഇബാദല്ലാഹ് എന്ന ഒരൊറ്റ ഹദീസ് തന്നെ മതി. ഇവരുടെ മറഞ്ഞ വഴിക്കുള്ള ഉപകാരം ഉപദ്രവം പേടിച്ചിട്ടോ അത് മോഹിച്ചിട്ടോ ശിർക്ക് എന്നറിയുന്നത് പൊളിയാൻ. ആരും കാണാതെ യാ ഇബാദല്ലാഹ് അറിഞ്ഞാൽ കാക്കാൻ അള്ളാഹ്ക്ക് ആളുണ്ട്. നിങ്ങൾ കാണാത്ത ഖാല റസൂലുള്ളാഹി, കാണാത്തല്ലേ അള്ളാഹ് പറഞ്ഞാൽ കാണാത്താന്ന്. നബി പറഞ്ഞു മലക്കുകളെ നമ്മൾ കാണൂല. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു ഹാസിറൻ, തടയുന്നവരുണ്ട്. ഇനി ആരാ തടയാ? ഹദീസിന്റെ ചില റിപ്പോർട്ടുകളിൽ ജിന്നാകാം എന്ന് ചില മുഹദ്ദിസുകൾ അഭിപ്രായപ്പെടുന്നു. ആ ജിന്നിനെ ഖുർആൻ എന്താ പറയുന്നത്? യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങളെ അവർക്ക് കാണാൻ കഴിയും, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയൂല. നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയാത്തയിടത്തുനിന്ന് നിങ്ങളെ കാണാൻ കഴിയുന്നവരാണവർ. ആ ജിന്ന് സഹായിക്കും, അല്ലെങ്കിൽ മലക്ക് സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഈ ഹദീസ് ദഈഫാ എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസും വെച്ചിട്ട് ആകെ ഈ ഹദീസ് ദഈഫായത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രശ്നം. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രശ്നം ഇപ്പോൾ വളരെ സന്തോഷകരമാണ്. ജിന്ന് ശൈത്താൻ എന്ന 2 വർഗം ഉണ്ട് എന്നത് എല്ലാ മുസ്ലിമീങ്ങളും സമ്മതിക്കണം. ഇല്ല എന്നറിയാൻ ആ കമ്പം അങ്ങനെ ഉണ്ടെന്ന് സമ്മതിച്ചാൽ പോരാ. അവർ മനസ്സിൻ്റെ അകത്ത് വസ്വാസ് ഉണ്ടാക്കും, വിഭ്രമം ഉണ്ടാക്കും, വഴിതെറ്റിക്കും എന്നത് എല്ലാവരും പറയുന്നുണ്ട്, തർക്കമല്ല. പിന്നെ ശരീരത്തിൽ കയറിയിട്ട് ഇളക്കുണ്ടാക്കും, രോഗമുണ്ടാക്കും, വിഷമുണ്ടാക്കും, പിത്തനുണ്ടാക്കും, ബാധ ഏൽക്കും, പിരാന്തുണ്ടാക്കും. ഇതല്ലേ? അതിപ്പോൾ കേരള ജംഇയ്യത്തുൽ ഉലമാ വഹാബികളുടെ പണ്ഡിത സംഘടന സമ്മതിക്കുകയും ഔദ്യോഗികമായി അംഗീകരിക്കുകയും
പുസ്തകമിറക്കുകയും വിചിന്തനത്തിൽ പ്രസിദ്ധീകരിക്കുകയും ഖണ്ഡശ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് വഹാബികളിതാ പിശാച്ച് ബാധ ഏൽക്കും മനുഷ്യന്, ആ പിശാച്ച് ശരീരത്തിൽ കയറും, രോഗമുണ്ടാക്കും, ആ വിധത്തിലും നമുക്ക് ബാധിക്കും എന്ന് സമ്മതിക്കുന്നു. പക്ഷെ എന്തേ വിഷയമുള്ളൂ? അടിച്ചികിത്സല്ല എന്നേ ഉള്ളൂ. മന്ത്രം എന്ന് പറഞ്ഞാൽ ദുആ, പ്രാർത്ഥന, വേറെ മന്ത്രമില്ല, മറ്റൊരു പരിപാടിയും പറ്റൂല. നമ്മൾ പറയട്ടെ, നിങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ച ഇബ്നു തൈമിയ്യ, നിങ്ങൾക്ക് ശിർക്ക് പഠിപ്പിച്ച ഇബ്നു തൈമിയ്യ, നിങ്ങൾ പറഞ്ഞെടുക്കുന്ന തൗഹീദ് അയാളുടേതാണ്, നിങ്ങൾ ആരോപിക്കുന്ന ശിർക്ക് അയാളുടേതാണ്. ആ ഇബ്നു തൈമിയ്യയും ഇബ്നുൽ ഖയ്യിമും അടിച്ചിറക്കിയിരുന്നവരും അടിച്ച് പിശാചിനെ ഇറക്കുന്നത് സമ്മതിച്ചവരുമാണ്. അടിച്ചടിച്ച് പെരടി പൊട്ടുമാറടിച്ച് കഴുത്തിലെ ഞരമ്പടിച്ച് പൊട്ടിച്ചിട്ട് പിശാചിനെ ഇളക്കി ചികിത്സിച്ചിട്ടുള്ള ഇബ്നു തൈമിയ്യ, അയാൾ പറയുന്നതാണ് വാസ്തവത്തിൽ ഈ വിഷയത്തിൽ സത്യം. ശിർക്കിന്റെ വിഷയത്തിലും തൗഹീദിന്റെ വിഷയത്തിലും അയാൾ പറയുന്നത് തള്ളം, അതിൽ കള്ള. പക്ഷെ ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമുകൾ പറഞ്ഞ സത്യമാണ്. ആ സത്യം ഈ വിഷയത്തിൽ വിശ്വാസികൾ അറിഞ്ഞിരിക്കണം, വഹാബി കുഞ്ഞാടുകൾ പഠിച്ചിരിക്കണം, അവർ ഓർത്തിരിക്കുകയും വേണം. കാരണം ഇബ്നു തൈമിയ്യനെ വയ്ക്കാൻ വയ്യല്ലോ, ഇബ്നുൽ ഖയ്യിമിനെ വയ്ക്കാൻ വയ്യല്ലോ. അപ്പൊ ശിർക്കും തൗഹീദും അയാളുടേതാണോ? പിശാചർക്കല് ശിർക്കിനെതിരെ ശിർക്കല്ല, മനസ്സിലായല്ലോ. പിശാചർക്കുന്നത് തൗഹീദിനെതിരല്ല. കാരണം നിങ്ങൾ പറയുന്ന ശിർക്ക് ആരുടേതാ? ഇബ്നു തൈമിയ്യയുടെ, ഇബ്നുൽ ഖയ്യിമിന്റെ. അവർ ഇതിനെതിരെ ശരിക്കും പിശാചിനെ ഇറക്കിയവരാണ്, മന്ത്രിച്ചവരാണ്, അടിച്ചവരാണ്, ഇറക്കിയവരാണ്. അപ്പൊ പിശാച്, ജിന്ന് എന്നീ വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമുകൾ ബുദ്ധിരാക്ഷസന്മാർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന, വലിയ കഴിവുറ്റ ബുദ്ധിമാന്മാർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മഹത്തുക്കളിൽ മഹത്തുക്കളായ ഇമാമുന റാസി പോലുള്ള ബുദ്ധിജീവികളിൽ ബുദ്ധിജീവികളായ വമ്പന്മാർ, ഇമാം വസ്സാലിയെ പോലുള്ള ഹുജ്ജത്തുൽ ഇസ്ലാം, ഇമാം വസ്സാലിയെ പോലുള്ള ഫിലോസഫിസ്റ്റുകളായ പണ്ഡിതന്മാർ, വളരെ വലിയ 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 ഇസ്ലാമിക ബഹ്റുകളും സമുദ്രങ്ങളുമായ പണ്ഡിതന്മാർ പിശാചുക്കളെയും ജിന്നുകളെയും കുറിച്ച് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ പറഞ്ഞിരുന്ന ഈ വിഷയം നമ്മൾ നിഷേധിക്കുന്നത് എന്തിനാ? നമുക്ക് തിരിയായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, സംസാരിക്കുന്ന അത്ഭുതപ്പെട്ട പശുവിൻ്റെ ചരിത്രം ഖുർആനിലില്ലേ? എല്ലാ പശു അങ്ങനെയാണോ? ഒരു പശുവിനെ അറുത്തിട്ട് അതിൻ്റെ വാലുകൊണ്ട്, അറുത്തിട്ട പശുവിൻ്റെ വാലുകൊണ്ട് ഒരു കൊല്ലപ്പെട്ട ആളെ അടിച്ചപ്പോൾ ആ ആള് ജീവിച്ചിട്ട് എന്നെ കൊന്നത് ഇന്നവനാണ് എന്ന് പറഞ്ഞ കഥയല്ലേ സൂറത്തുൽ ബഖറയിലെ പ്രധാന സംഭവം? അതല്ലേ സൂറത്തുൽ ബഖറ എന്ന ആ അൽ ബഖറ സൂറത്തിലെ പശു ഖുർആനിലില്ലേ? സൂറത്തുൻ നംല് എന്ന സൂറത്തിലെ ഉറുമ്പേതാ നംല്? സുലൈമാൻ നബിയും പരിവാരവും പോകുമ്പോൾ ഖാലത്ത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു മിൻ ഹൈഥു ലാ യശഉറൂൻ. അറിയാതെ സുലൈമാൻ നബിയും പരിവാരവും ചവിട്ടി അരക്കരുത്, അതുകൊണ്ടൊക്കെ മാളത്തിൽ ഒളിച്ചു കയറണം ഉറുമ്പുകളെ എന്ന് ഉറുമ്പ് വിളിച്ചു പറഞ്ഞു. സുലൈമാൻ നബിനെ അറിഞ്ഞ ഉറുമ്പ്, സുലൈമാൻ നബിന്റെ സൈന്യത്തെ അറിഞ്ഞ ഉറുമ്പ്, ദൂരെ നിന്ന് വരുന്നതിനെ അറിഞ്ഞ് വിളിച്ചു പറഞ്ഞ് അനുയായികൾക്ക് വിവരം കൊടുത്ത ഉറുമ്പിനെയല്ലേ സൂറത്തുൻ നംലിൽ അല്ലാഹു തആല പറയുന്നത്? സൂറത്തുൽ ജിന്നിലോ ജിന്നുകളുമായി ബന്ധപ്പെട്ട മനുഷ്യർ നടത്തിയിരുന്നതും പണ്ട് ജിന്നുകളോട് കാവൽ തേടിയിരുന്നതുമായ വിവരമല്ലേ വിശുദ്ധ ഖുർആൻ പറയുന്നത്? ആ കാവൽ തേടിയതിനെ കുറിച്ച് പോലും ശിർക്കാണെന്ന് ഖുർആൻ പറയുന്നില്ല. വഹാബികൾ വിചാരിച്ചിരിക്കണം അഥവാ അന്നഹു കാന യഊദു റിജാലും മിനൽ ജിൻസി ബിരിജാലും മിനൽ ജിന്നി എന്ന് പറഞ്ഞപ്പോഴേക്ക് അത് ശിർക്കാണ് എന്ന് പറഞ്ഞു എന്നാ പറഞ്ഞിട്ടില്ല. ജിന്നിന്റെ വിവരവും ഖുർആനിലുണ്ട്, ജിന്നിന്റെ അത്ഭുതങ്ങൾ ഖുർആനിലുണ്ട്, പറവകളുടെ അത്ഭുതം ഖുർആനിലുണ്ട്. അത്തരം അത്ഭുതങ്ങളൊന്നും കേട്ടത് പാതി കേൾക്കാത്തത് പാതി എന്ന നിലയ്ക്ക് നിഷേധിക്കാൻ നോക്കാതെ, അത്ഭുതം എന്ന് കേൾക്കുമ്പോഴേക്ക് അംഗീകരിക്കാതെ തള്ളിക്കളയാൻ നോക്കാതെ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കി സാവകാശം അവധാനപൂർവം കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം പ്രതികരിക്കാനും അനുയായികളെ പഠിപ്പിക്കാനും മേലിലെങ്കിലും ശ്രദ്ധിച്ചാൽ ഇനി അടുത്ത ഭാവിയിലെങ്കിലും ഇത്തരം പ്രശ്നങ്ങളില്ലാതെ കാക്കാൻ കഴിയും. ഇതില്ലാത്തത് കൊണ്ട് ആ ജിന്ന് പിശാചന്റെ കാര്യത്തിൽ ഇത്തരങ്ങളെ ഇളകാൻ കാരണം, അനുയായി കുഞ്ഞാടുകൾ പ്രയാസത്തിലാകാൻ കാരണം കുറച്ചൊക്കെ ഇമാമിയങ്ങൾ പറഞ്ഞതും നിങ്ങളുടെ ഇബ്നു തൈമിയ്യയും ഇബ്നു ഖയ്യിമും പറഞ്ഞതുമെങ്കിലും ഇവർക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നു.
അപ്പം അതുകൊണ്ട് ലേശമൊക്കെ ചിന്തിച്ച് വേണം വഹാബി സമൂഹമേ, മുജാഹിദ് സമൂഹമേ, നിങ്ങൾ മേലിൽ കുഞ്ഞാടുകളെ വളർത്താനും ശ്രദ്ധിക്കാനും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനോ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സ്ഥിരപ്പെട്ട നിയമങ്ങളെ ചെറുതാക്കി കാണിക്കാനോ പൊന്നുകുട്ടി ജനിച്ചേടം മുതൽക്ക് പിശാചുബാധ പഠിപ്പിക്കുന്ന മതത്തിൻ്റെ സംസ്കാരം പോലും തിരുത്തി എഴുതാനോ നിങ്ങൾ ശ്രമിക്കരുതേ. അതിന് കനത്ത വില നൽകേണ്ടി വരും. ഈ സമൂഹം പടുകുഴിയിലേക്കും അജ്ഞതയിലേക്കും ആപതിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം മുജാഹിദ് വിഭാഗത്തെയും മുജാഹിദ് ജമിയത്തുൽ ഉലമയെയും അതിൻ്റെ ഉത്തരവാദപ്പെട്ടവരെയും സാന്ദർഭികമായി കേരള സുന്നി ജമാഅത്തിൻ്റെ പേരിൽ ഉണർത്തിക്കൊണ്ട് അവരോട് പ്രത്യേകം ബോധീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. റഹ്മാനുർ റഹീമുമായ നാഥ, സത്യത്തെ സത്യമായി മനസ്സിലാക്കി അതിനനുകരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ നാഥ. ഈ സമുദായത്തെയും നീ നേരിലേക്ക് വഴി നടത്തണമേ നാഥ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.